Good morning, everyone. Welcome to Attendant Malayalam channel. This is Rindu Sebastian, and welcome to the Hindu editorial analysis of 3rd December 2022. അപ്പം നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ എന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വൊക്കാബുലറി നോക്കാം. അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള സെഷനാണ്, രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സെഷനാണ്. നമ്മളിവിടെ ആദ്യം തന്നെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിൽ നമുക്ക് ഇഡിയംസ് ആകട്ടെ, വൺ വേർഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രേസൽ വേർബ്സ് ആയിക്കോട്ടെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ സിനണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിങ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സ്, അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നോക്കും. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ, 2 ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി, ആ ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് നമ്മുടെ റീഡിംഗ് എബിലിറ്റി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യം റീഡിംഗ്, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ, റീഡിംഗ് എബിലിറ്റി കൂട്ടാനുള്ള ഒരു സെഷനാണ്. അതുകൂടാതെ ദെൻ വിൽ മൂവ് ഓൺ ടു സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്നലെ നമുക്ക് ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് കട്ടായിപ്പോയി ഇൻ ബിറ്റ്വീൻ. അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്ക് നമ്മുടെ സ്ട്രീമിംഗ് ഒക്കെ ഓഫ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് താമസിപ്പിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ജനറൽ അവയർനെസ്, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, അതുപോലെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ്, വൊക്കാബുലറി, ഇത്രയും കാര്യങ്ങൾ സെറ്റാ, ഓൾ ഇൻ വൺ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഡിറ്റോറിയൽ സെഷനിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമുക്ക് തുടങ്ങാം. റിജിൻ, ഗുഡ് മോർണിംഗ്. അത് ഇന്ന് ആരും ഇല്ല, ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഞാനും ഇന്ന് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. എന്നാലും ആരും ഇല്ലെങ്കിൽ നീ വന്നല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും പയ്യെ എല്ലാവരും വരട്ടെ അല്ലെ. നമുക്ക് എന്തായാലും തുടങ്ങി വിടാം. അപ്പം നോർമലി നമുക്കറിയാം നമ്മുടെ കോട്ട് വെച്ചാൽ തുടങ്ങുന്നത്. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കോട്ട്. നമ്മുടെ കോട്ട് ഇന്ന് ഇതാണ്: Some people dream of accomplishing great things. ചിലർ അങ്ങനെയാ, ചിലരിങ്ങനെ സ്വപ്നം കാണുമല്ലോ, വലിയ കാര്യം നേടിയെടുക്കണം എനിക്ക്, അല്ലെ വലിയൊരു സ്ഥലത്ത് എത്തണം. അങ്ങനെ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്, ഒരുപാട് ആഗ്രഹങ്ങളാണ്. മനുഷ്യരായ മനുഷ്യന്മാർക്ക് എല്ലാ ആഗ്രഹങ്ങളുള്ളവരാ, ഭയങ്കര ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ആഗ്രഹിക്കും ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നേടണം, ഇത് നേടണം, അത് ചെയ്യണം, ഇവിടെ പോകണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. ചില ഡ്രീം മാത്രമേ ഉള്ളൂ, സ്വപ്നം മാത്രമേ ഉള്ളൂ. ആ സ്വപ്നങ്ങൾ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കും. നമ്മളെന്താ പറയാ, ഒരു പ്രായം ഒക്കെ പറയില്ലേ, പ്രായം കഴിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയല്ലേ, അല്ലെങ്കിൽ ഇനി ഒന്നും പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുന്നത് വരെ ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അതേഴ്സ് സ്റ്റേ awake and make it happen. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെയൊന്നുമല്ല. ഈ സ്വപ്നം കാണുന്നതിനോടൊപ്പം, ഞാൻ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ അബ്ദുൽ കലാം പറയുന്ന എപ്പോഴും ഓർക്കും അല്ലെ, നമ്മളെ ഉറക്കാൻ സമ്മതിക്കാത്തതാകണം സ്വപ്നം എന്ന് പറയില്ലേ, അതുപോലെ. അതായത് ഉറങ്ങാനുള്ള സമയമില്ല, വി ഹാവ് ടു അച്ചീവ് അവർ ഡ്രീംസ്. ആ ഡ്രീംസ് അച്ചീവ് ചെയ്യണം, അത് നേടിയെടുക്കണം. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ, സംഭവിപ്പിക്കണം അല്ലെ, അത് നടത്തിയെടുക്കണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ ഏത് കൂട്ടരാ നിങ്ങൾ? ഞാനതിൽ ഇന്നയാള് മോശം, ഇന്നയാള് ഇതൊന്നും പറയുന്നില്ല. ആലോചിച്ച് നോക്കുക, ഇതിൽ ഏത് കൂട്ടരാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇന്നത്തെ യുവർ തോട്ട് മസ്റ്റ് ബി ദിസ്: ഇതിൽ ഏത് കൂട്ടരാ ഞാൻ ഡ്രീംസ് അക്കംപ്ലിഷ് ചെയ്യുന്ന ഒരാളാണോ, അതോ ഡ്രീംസിനെ പറ്റി അക്കംപ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി സ്വപ്നം കാണുന്ന ഒരാളാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈഫിൽ നമ്മുടെ ഏത് ലെവലിലാണ്, ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് എപ്പോഴും ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെയാണ് അല്ലെ, ഏത് അവസ്ഥയിൽ നിൽക്കുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പോക്ക് ശരിയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എനിവേസ് നമുക്ക് താമസിപ്പിക്കാൻ തന്നെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം അല്ലെ. അപ്പൊ ഇതൊന്ന് ചിന്തിച്ച് നോക്കുന്നു കേട്ടോ. 2 ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന്. ഒരു ആർട്ടിക്കിള് നമ്മുടെ പാലസ്തീൻ ആൻഡ് ഇസ്രായേൽ പ്രോബ്ലംസിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ് കേട്ടോ ഉള്ളത്. കാര്യം അവിടെയുള്ള ഇഷ്യൂസിനെ പറ്റി, ക്രൈസിസിനെ പറ്റി, മൊത്തം പ്രശ്നങ്ങളാണ്. നമുക്കറിയാം എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന ഏരിയ ആണത്. വളരെ സെൻസിറ്റീവ് ആയ ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഈ പാലസ്തീൻ ആൻഡ് ഇസ്രായേൽ ബോർഡർ പ്രശ്നങ്ങളൊക്കെ. ബോർഡർ ആൻഡ് ഓൾവേസ് എപ്പോഴും അതിർത്തി തർക്കങ്ങളും മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എപ്പോഴുള്ള ഏരിയ ആണ്. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. വായിക്കണം നിർബന്ധമൊന്നുമില്ല, ബട്ട് അവിടുത്തെ അവസ്ഥ അറിയാനിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജനറൽ അവയർനെസ്സിന് യു ക്യാൻ ഓൾവേസ് റീഡ് ഇറ്റ്. എന്താണ് ഞാൻ പറയുള്ളൂ. ലാംഗ്വേജ് ബേസിസിൽ പറയുകയാണെങ്കിൽ എല്ലാ വൊക്കാബുലറിയും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ സോർട്ടഡ് ഔട്ട്. അപ്പൊ അതിൽ പ്രശ്നമില്ല. രണ്ടാമത്തെ ആർട്ടിക്കിൾ വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ആണ്. അതായത് G20 സമ്മിറ്റിനെ പറ്റി. നമ്മൾ G20 സമ്മിറ്റ് ഇന്ത്യയാണ് ഇത്തവണ നേതൃത്വം കൊടുക്കുന്നതെന്നും അതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, G20 സമ്മിറ്റിനെ പറ്റി. അപ്പം G20 സമ്മിറ്റ് എന്ന് പറയുന്നത് വലിയൊരു ചുമതലയാണല്ലേ. ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഒരുപാട് കൺട്രീസിലെ വലിയ കൺട്രീസും എല്ലാ കൺട്രീസിലെയും നേതാക്കന്മാരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ വിത്ത് ഗ്രേറ്റർ ടാസ്ക് വി ഹാവ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഒരുപാട് വലിയ ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് തയ്യാറായിരിക്കണം അല്ലെ. ഒരു ചുവടെടുത്ത് നമ്മൾ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്തപ്പോഴും നല്ലതാണ്.
അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റീസ് അവേഴ്സ്, നമ്മുടെ സ്വന്തമാണ് റെസ്പോൺസിബിലിറ്റി, അത് ഏറ്റെടുക്കുക എന്നുള്ള നമ്മുടെ മാത്രം എന്താ പറയുക പെഡലിക്കുള്ള കാര്യമാണ്, നമ്മുടെ ചുമതല തന്നെയാണ്, നമ്മുടെ ഷോൾഡേഴ്സിലാണത് എന്നുള്ള കാര്യം കൂടെ നോക്കുക. അതാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. G20 സബ്മിറ്റുകൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ എക്സാംസ് എപ്പോഴും വരുന്ന പരിപാടികളാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലൊക്കെ എപ്പോഴും വരുന്ന കാര്യം. അപ്പോൾ G20 സബ്മിറ്റിനെ പറ്റി അറിയില്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചുകൂടാ. സോ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് മുതൽ, ഇന്നും നാളെ ആയിട്ട് ഡിഗ്രി പ്രിംസിന്റെ മോക്ക് ടെസ്റ്റ് അല്ല, സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നുണ്ട്. അപ്പം അറിഞ്ഞില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം സ്റ്റേറ്റ് എക്സാംസ് ആൻഡ് കേരള എക്സാംസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ക്വിസസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ കിട്ടും. സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ട് കിട്ടും. കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ് കിറ്റ്സ് കിട്ടും. അതുപോലെ ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്കോളർഷിപ്പ് എക്സാംസ് മോക്ക് ടെസ്റ്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇന്നും നാളെ ആയിട്ട് രണ്ട് ദിവസങ്ങളായിട്ട് മോക്ക് ടെസ്റ്റ് ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നുണ്ട് ഡിഗ്രി പ്രിംസിന് വേണ്ടിയിട്ട്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടം വരെ എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം മുതലെടുക്കാം. ഈ സ്കോളർഷിപ്പ് എക്സാമിന് പ്രത്യേകം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഡിഗ്രി പ്രിംസ് വരുന്ന പുതിയ ടൈപ്പ് രീതിയിൽ ഒരു എക്സാം നടത്തുവാണ്. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആളെ നമ്മൾ നമ്മുടെ ഡിഗ്രി പ്രിംസിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7-ാം തീയതി നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തരും. രണ്ടാമത്തെ ഇത് കിട്ടുന്ന ആൾക്ക്, മൂന്നാമത്തെ ഇത് കിട്ടുന്ന ആൾക്ക് 50% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സ് കിട്ടും, റാങ്ക് കിട്ടുന്ന ആൾക്ക്. ആൻഡ് മൂന്നാമത്തെ ആൾ കിട്ടുന്ന ആൾക്ക് നമ്മൾ 30% ഡിസ്കൗണ്ടും, നാലാമത്തെ റാങ്ക് കിട്ടുന്ന ആൾക്ക് നമ്മൾ 20% ഡിസ്കൗണ്ടിലും കിട്ടും, എന്താണ് കോഴ്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എക്സാം. ഈ റാങ്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്നുള്ള ഒന്നുമല്ല എൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്തായാലും എഴുതി വിടുക. ഓക്കെ, ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, അത് തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അത് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അഡാറ്റ് 24/7 മലയാളം ചാനൽ. നമുക്ക് SSCയുടെ എക്സാം ആയിക്കോട്ടെ, അനാലിസിസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ എക്സാം അനാലിസിസുകൾ, PYQ സെഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് പല ഇത് എക്സാം വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനോടനുബന്ധിച്ച് നമ്മൾ PYQ കണ്ടക്ട് ചെയ്ത് കാണിച്ചു തരാറുണ്ട്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ലെവൽ എന്നുള്ളത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നുണ്ട്. കൂടാതെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്, എഡിറ്റോറിയൽ ക്ലാസ്, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മിസ് ഔട്ട് ആവാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സിലോട്ടൊക്കെ പോകാം. അപ്പൊ അതിനു മുമ്പ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉഷാറാണോ? എല്ലാവരും ഉറക്കത്തിലായിരുന്നു തോന്നുന്നല്ലേ നേരത്തെ, പയ്യെ എത്തി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. യെസ്, എത്ര കാലമായി ഹരീനെ കണ്ടിട്ട്, എന്റെ പൊന്നെ, അതും ഹരിയും രഞ്ജിനും കൂടെ ഒരുമിച്ച്, അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിയാ, സ്കോളർഷിപ്പിന്റെ പൈസ കിട്ടില്ലടാ, നമ്മൾ ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കോളർഷിപ്പ് എക്സാം ഫോർ ഒരു അക്കാഡമിക് പർപ്പസ് അല്ലേ നമ്മൾ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്താ അല്ലെ. അപ്പോൾ ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കോമൺ ആയിട്ട് കഴിഞ്ഞ ദിവസം SSCക്ക് വന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ ഞാൻ ശ്രദ്ധിച്ചു, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള അതേ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നമ്മുടെ SSC എന്ന് പറയുന്ന പാറ്റേണേ അങ്ങനെ തന്നെയാണ്. അതുപോലെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇഡിയമാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് എപ്പോഴും എക്സാമിൽ നമ്മളൊരു 10 എക്സാം എടുത്താൽ ഒരു 2 എക്സാംസിലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ റീഡ് ഓർ വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അതായത് രാത്രി രാമായണം എന്ന് പറയില്ല, അല്ലെങ്കിൽ രാത്രിയോളം ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കോ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കോ റീഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നവരാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഗോ സ്ലീപ് അല്ലെ, ഗെറ്റ് സം സ്ലീപ്, ഡോണ്ട് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. പോയി കിടന്ന് ഉറങ്ങ്, എന്തിനാ ഈ രാത്രി ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കില്ലേ ചിലരോട്. അതിനെ നമുക്ക് വിളിക്കാം ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, ഓർത്തോണം. പിന്നെ വൺ വേർഡ് നോക്കിയേ, ലോജിസ്റ്റിക്കൽ. ലോജിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ എന്താണ്? റിലേറ്റിംഗ് ടു അല്ല ഇൻവോൾവിംഗ് ഓർഗനൈസേഷൻസ് ആൻഡ് പ്ലാനിങ്. നന്നായിട്ട് ഓർഗനൈസേഷനും പ്ലാനിങ്ങും ആവശ്യമുള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിന് നമുക്ക് വിളിക്കാൻ പറ്റും ലോജിസ്റ്റിക്കൽ ആണ് എന്ന് പറയാൻ പറ്റും അല്ലെ. ലോജിസ്റ്റിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവിംഗ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ പ്ലാനിങ്ങും ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമുക്ക് വിളിക്കാം ലോജിസ്റ്റിക്കൽ എന്ന് വിളിക്കാം. ആൻഡ് ഓൺ ദ ബോയിൽ, ഈ ഓൺ ദ ബോയിൽ ശ്രദ്ധിച്ചോണം. ഞാൻ ഇന്നിപ്പോൾ ഓൺ ദ ബോയിലിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് നമ്മൾ പറയില്ലേ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ,
നടക്കുവാണ്, കുഴപ്പമൊന്നും സംഭവം നല്ല സെറ്റായിട്ട് നടക്കുന്നുണ്ട് അല്ലെ. ദ സ്കീം ഇസ് ഓൺ ദ ബോയിൽ എന്ന് പറഞ്ഞാൽ അല്ലെ, ഓൺ ദ ബോയിൽ നമ്മൾ ഓൺ ദ വെച്ചിട്ട് ഓൺ ദ ടേബിൾ, ഓൺ ദ ബോയിൽ, ഓൺ ദ ട്രാക്ക് അല്ലെ, ഓൺ ദ വേ, അങ്ങനെ ഓൺ വെച്ചിട്ട് ഒരുപാടുണ്ട്. ഓൺ ദ വെയിൻ, അങ്ങനെ ഓൺ എപ്പോഴും ഉള്ള ഫ്രേസസ് ആണ് ചോദിക്കുന്നത്. അതിൽ പെടുന്ന ഒരു ഫ്രേസ് ആണ് ഇപ്പൊ ഓൺ ദ ബോയിൽ. ഈ ഓൺ ദ ബോയിൽ എന്ന ഫ്രേസിന്റെ ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞുതരാം. ഈ ഓൺ ദ ബോയിൽ എന്ന എന്താണ് ഫ്രേസ് അല്ലെങ്കിൽ ഇഡിയം, ഈ ഇഡിയം അല്ലെങ്കിൽ ഈ ഫ്രേസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബ്രിട്ടീഷ് ഇഡിയമാണ്. നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് ഒക്കെ കൂടുതലും വരുന്നത് മൊത്തം അമേരിക്കൻ ഇതാണ്, വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ബ്രിട്ടീഷ് ഇഡിയംസ്, ബ്രിട്ടീഷ് ഇൻഫോർമൽ ഇഡിയം ഈസ് ഇൻഫോർമൽ എപ്പോഴും കേട്ടോ, ഇൻഫോർമൽ ആണ്. അതായത് വളരെ കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. ബ്രിട്ടീഷ് ഇഡിയംസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് കുറച്ചുകൂടെ ആ ഏരിയയിൽ തന്നെ നിൽക്കുന്ന ഇതായിട്ടാണ് ബ്രിട്ടീഷ് ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അമേരിക്കൻ ഇഡിയംസ് ആർ ഇൻ മൂവീസ് ആസ് വെൽ. അതുകൊണ്ട് നമ്മളത് കോമൺ ആയിട്ട് ഉപയോഗിക്കും, എല്ലാവരിലോട്ടും അങ്ങ് എത്തും. അതാണ് ഒരു ഈ പറഞ്ഞ അമേരിക്കൻ ഇഡിയംസിന്റെ പ്രത്യേകത. അപ്പൊ ഓൺ ദ ബോയിൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇൻ സ്റ്റേറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ഡെവലപ്മെന്റ്, സംഭവം നല്ല സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ബിസിനസ് ഇസ് ഓൺ ദ ബോയിൽ, അല്ലെങ്കിൽ ദെയർ റൊമാൻസ് ഇസ് ഓൺ ദ ബോയിൽ. അവരുടെ പ്രേമമൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. തകൃതിയായിട്ട് ഒരു കാര്യം നടക്കാം. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആക്ടിവിറ്റി, ആക്റ്റീവായിട്ട് പോകുന്നു, ഡെവലപ്പ് ചെയ്ത് പോകുന്നു, സംഭവം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഇസ് ഓൺ ദ ബോയിൽ. ഓർത്തോണെങ്കിൽ അടുത്തത് സ്പ്രിംഗ് അപ്പ്. എന്താണ് സ്പ്രിംഗ് അപ്പ് ചെയ്യുക? സ്പ്രിംഗ് അപ്പിന്റെ പാസ്റ്റൻസ് വരുമ്പോൾ സ്പ്രങ് അപ്പ് വരും കേട്ടോ. സ്പ്രങ് അപ്പ് എന്ന സ്പ്രിംഗ് സ്പ്രങ്. ഓക്കെ, എനിവേസ് സ്പ്രിംഗ് അപ്പിന്റെ മീനിങ് ഇതാണ്. അപ്പിയർ ഓർ ഗ്രോ സഡൻലി, പൊട്ടിമുളയ്ക്കാന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് സ്പ്രിംഗ് അപ്പ് ചെയ്യാം. നമ്മൾ നാട്ടിൽ പറയില്ലേ, പെട്ടെന്നൊരു എന്താണ് പാൻഡമിക് സ്പ്രിംഗ് അപ്പ് ചെയ്തു എന്ന് വെച്ചാൽ പൊട്ടിമുളയ്ക്കുക നമ്മൾ പറയില്ല, ആ സാധനമാണ് സ്പ്രിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പിയർ ഓർ ഗ്രോ സഡൻലി, പെട്ടെന്നായിരുന്നു എല്ലാം. അടുത്ത ക്യാരി ഔട്ട്, ഹു ഇസ് ഗോയിങ് ടു ക്യാരി ഔട്ട് ദ ഫംഗ്ഷൻ. ആരാ ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഹു ഇസ് ഗോയിങ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക്, ആരാ ഈ പരിപാടി പണിയെടുക്കാൻ പോകുന്ന ആരാ? ഐ ആം ഗോയിങ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക്. പെർഫോം ഓർ കണ്ടക്ട്, അതാണ് ക്യാരി ഔട്ട് എന്ന് പറഞ്ഞത്. ക്യാരി ഔട്ട് ഉണ്ട്, ക്യാരി ഓൺ ഉണ്ട്. ക്യാരി ഓൺ കണ്ടിന്യൂ, ഗോ ഓൺ എന്ന് നമ്മൾ പറയും, ഒരു കാര്യം നടക്കട്ടെ, നടന്നു പോട്ടെ, ദാറ്റ്സ് ക്യാരി ഓൺ. ബട്ട് ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ പെർഫോം അല്ലെങ്കിൽ കണ്ടക്ട്, ഓർത്തോണം. അടുത്ത സ്റ്റേറ്റസ് കോ. സ്റ്റേറ്റസ് കോ എന്താണ്? നമ്മുടെ ലാറ്റിൻ ഫ്രേസ് ആണ്. അർത്ഥം ഇത്രേ ഉള്ളൂ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, നിലവിലുള്ള സംഭവങ്ങൾ, പൊളിറ്റിക്കൽ ആകാം, ഇക്കണോമിക്കൽ ആകാം, സംഭവം കാര്യങ്ങൾ. സോ ദാറ്റ്സ് വാട്ട് സ്റ്റേറ്റസ് കോ മീൻസ്, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതിനെ സ്റ്റേറ്റസ് കോ എന്ന് പറയും. ഇത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഇന്ന് വരുന്നതിൽ ഓൺ ദ ബോയിലും ഓൺ ദ ബോയിൽ, പിന്നെ ലോജിസ്റ്റിക്കൽ അല്ലാതെ ബാക്കിയെല്ലാം സ്പ്രിംഗ് അപ്പും എടുത്തോ, ബാക്കിയെല്ലാം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള യൂസേജസ് ആണ്. അങ്ങനെ പുതിയൊരു യൂസേജ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല, ഓർത്താൽ മതി കേട്ടോ. മേക്ക് യുവർ സെന്റൻസസ് പീപ്പിൾ ആൻഡ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് കേട്ടോ. സെന്റൻസസ് ഒക്കെ ഇങ്ങ് പോരട്ടെ. യെസ്, ലെറ്റ് മീ സീ. ഓക്കെ, yeah. If you want the midnight oil, it will help you to achieve success. Okay. അത് കൊള്ളാം. Since I am an early bird, I can't burn the midnight oil. That's great. ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി വരുന്നു. അനുപമ ചിലര് മോർണിംഗ് പേഴ്സൺസാ, ചിലർ നോക്ടേണൽ പേഴ്സൺസാ. സോ രാവിലെ നേരത്തെ എണീക്കുക എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, അത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ നിർബന്ധമൊന്നുമില്ല. നമ്മൾ വർക്ക് ലേറ്റ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് സക്സസ് ചെയ്യണമെന്നില്ല അല്ലേ. ചിലർ എല്ലാവരും ഉറങ്ങുമ്പോൾ എണീറ്റിരിക്കുന്നവർ, ചിലര് വെളുപ്പാങ്കാലത്ത് എണീറ്റ് പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരാ, ചിലർ ഇത് രാത്രി പണിയെടുത്ത് ജോലി ചെയ്യുന്നവരാ. അപ്പം ദാറ്റ്സ് എ ഡിഫറൻസ്. എന്താ അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ഫ്ലെക്സിബിൾ ആയ രീതി നോക്കുക, നമുക്ക് ഏതാണ് പറ്റുന്നത്, നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഷീസ് ബേണിംഗ് ദ മിഡ്നൈറ്റ് ഓയിൽ ടു ക്രാക്ക് എക്സാംസ്. ദാറ്റ്സ് ഗ്രേറ്റ്. Good morning, Sonal. Youth Festival is on the boil. Great. She takes her exams next week, so she's burning the midnight oil. That's great. Argentina should play its logistical game. Play alladanu udeshe Hari. Game for grabbing quarter segment. Yes. We have the right to carry out our job without any fear and hesitation. That's great. She was given an uphill task of completing our syllabus overnight, which made her burn the oil, midnight oil. That's great, Shamasa. Great. All right. Okay. Doubts have begun to spring up in my mind. That's great. Court ordered to maintain status quo. All right. He was sprung up in the business. All right. Okay. Great. Vinu, hello. The magic carried out in front of the audience. All right. Many hospitals sprung up in the pandemic period. ഇന്ന് എന്താണല്ലോ, ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് ഹരി ഉണ്ട്, ഷമ്മാസ് ഉണ്ട്, വിനു ഉണ്ട്, റെജിൻ ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് അല്ലേ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. യെസ്, ഇന്ത്യ നീഡ്സ് മോർ ലോജിസ്റ്റിക്കൽ അപ്രോച്ച് ടു കണ്ടക്ട് G20 മീറ്റിംഗ്. യെസ് ആണ്. അത് തന്നെ, അതാ ഇന്ന് മാവേലിമാരെല്ലാം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് വിനു, എന്തായാലും എൻ്റെ ഒരു കാര്യം. ഷീ ഹാസ് ഡിസൈഡഡ് ടു ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ ടു ക്യാരി ഔട്ട് ടുമോറോസ് പ്രോഗ്രാം.
Yes, that's great. I'm not interested to burn the midnight oil. അത് കൊള്ളാം. Her mother is burning the midnight oil for her engagement. That is great. അപ്പം ഓർത്തോണെ, burn the midnight oil, logistical, on the boil, spring up, carry out and status quo. These are the phrases that we have to focus and note it down. കേട്ടോ, നോട്ട് ചെയ്തോണേ, മറക്കല്ലേ. A military exercise was carried out between India and US. That's great. Moving on to നമ്മുടെ synonyms, antonyms, related words ലോട്ട് പോവാം. അപ്പോൾ ലൈവിലുള്ള പിള്ളേരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. എന്താണ് പിള്ളേരെ, ഞാനിത് പറഞ്ഞു തരണോ? അങ്ങ് നോക്കി കണ്ടോ അങ്ങ് ചെയ്യാം. ജാടെയാണോ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ഇട്ട്, എന്നിട്ട് നമുക്ക് മൂവിങ് ഓൺ ടു അവർ വേർഡ്സ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് ഇപ്പോൾ 15% ഡിസ്കൗണ്ട് ഉണ്ട്. കോഡ് മറന്നിട്ടില്ലല്ലോ, Y314. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അടുത്ത നമ്മൾ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DRDOയുടെ എക്സാംസ് ആണ്. December 7 ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യുക. ഡിഫൻസ് സെക്ടറിലുള്ള ജോലിയാണ്. കൊച്ചിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ട്, കൊച്ചി, ട്രിവാൻഡ്രം, തിരുവനന്തപുരം ഏരിയയിൽ. അപ്പോൾ 7 വരെ വെച്ചുകൊണ്ടിരിക്കരുത്. GDക്ക് അവസാനം കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ളത് നമുക്ക് 1664 വേക്കൻസി, അങ്ങനെ അതാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ആന്റിസിപ്പേറ്റഡ് ആണ്, അപ്പോഴും കൂടും, അത് കൂടും, വീണ്ടും അത് കൂടും കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് നിങ്ങൾ തുടങ്ങി GD കണ്ടില്ലേ, ഈ 24,000 തുടങ്ങിയ ആ വേക്കൻസി, 24,000 ചിൽഡ്രൻ തുടങ്ങിയ വേക്കൻസി 45,000 കൂടി, ഇരട്ടി കൂടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് എത്രമാത്രം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ഡോണ്ട് മിസ് യു ചാൻസ് എന്ന് പറയും. ടേക്ക് യുവർ ചാൻസ്, ഉറപ്പായിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. കാര്യം December 7 അപ്ലൈ ചെയ്യുക. 10ാം ക്ലാസ് തസ്തികയും +2 തസ്തികകളും വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ PYQs ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ്ക് കേട്ടോ, ചോദിച്ചാൽ മതി, നമ്മളത് പറഞ്ഞുതരാം. അതിലൊരു പ്രശ്നമില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ സെഷൻസ് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ബേസിക് ലെവലിൽ തന്നെ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാം, പഠിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാം. 2,450 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. കോഡ് അറിയാലോ, Y314, Y314 കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അതുപോലെ SSC GDയുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഉഷാറായിട്ട് ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാർക്കെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക, ജോയിൻ ചെയ്യാം കേട്ടോ. ഫോഴ്സിലോട്ടുള്ള ക്ലാസ്സുകളാണ്. Y314 ആണ് കോഡ്. അപ്ലൈ ചെയ്യുക. 2,450 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് പഠിക്കാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ പോവാം. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം. DRDO കേട്ടോ. 7 ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. അപ്പോൾ ഓവർ ടു വേർഡ്സ്. ആദ്യത്തെ വേർഡ് പിടിച്ചു, H. ഈ സൈലന്റ് ആണ് അല്ലെ, T അവിടെ സൈലന്റ് ആണ്. H ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻഗ്രേവ് അല്ലെ, നമ്മൾ കാർവ് ചെയ്ത് വെക്കുക പറയില്ലേ, ഇൻസ്ക്രൈബ് ചെയ്യുക. ഒരു വുഡൻ ഇതിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്ന എവിടെയാ, നമ്മുടെ കല്ലിലോ ഒക്കെ കുത്തി കുറിക്കുക പറയില്ലേ, അതിനെയാണ് H എന്ന് പറയുന്നത്. Hന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, കൊറോഡിയ, നശിപ്പിക്കുക. അതിനെ നിങ്ങൾ കാർന്ന് തിന്നാന്നും കൂടെ പറയില്ലേ, ആ അർത്ഥമുണ്ട്. കൊറോഡ് അല്ലെങ്കിൽ ഈറ്റ് അവേ എന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം H എന്ന് പറഞ്ഞാൽ എൻഗ്രേവ് ചെയ്യുക. ക്രേവ് അല്ല, കാർവ് ആണ്. സോറി ഫോർ ദാറ്റ്. ക്രേവ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറ്റിയ റെൻഡു, സോറി, ഇറ്റ്സ് കാർവ് ചെയ്യാന്നാണ്. ഇത് പറയാതെ ക്രേവ് എന്നായി. ഇറ്റ്സ് നോട്ട് ക്രേവ്. ക്രേവ് എന്ന് പറഞ്ഞാൽ കവറ്റ് ചെയ്യുക അല്ലെ, ഡിസയർ ചെയ്യുക, അത് വേറെ ക്രേവ് കേട്ടോ. ക്രേവ് മാറിപ്പോയതാണ് സംഭവം, ഓർത്തോണെ. ക്രേവ് ഇസ് ഡിഫറെന്റ്. നമുക്കൊരു കാര്യത്തിലുള്ള ആഗ്രഹം, അതിന് നമുക്ക് ക്രേവിംഗ് ഫോർ സംതിങ് എന്ന് പറയും, ഡിസയർ എന്ന് പറയും കേട്ടോ. കവറ്റ് എന്ന് പറയും, കവറ്റ് ചെയ്യാം, വേർബാണ്. കവറ്റ് ചെയ്യുക, ഡിസയർ ചെയ്യുക, ക്രേവ് ചെയ്യുക എന്നൊക്കെ പറയും. സോ അത് മാറിപ്പോയി, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ മാറിപ്പോയതാണ്, ഇറ്റ്സ് കാർവ്. ഞാൻ മാറ്റി തരാം. സോ ഇൻസ്ക്രൈബ് ചെയ്യുക എന്നൊക്കെയാണ് H എന്നുള്ള വാക്കിന്റെ അർത്ഥം. അടുത്ത കൾമിനേറ്റ്. കൾമിനേഷൻ എന്നൊക്കെ കേട്ടില്ലേ, പീക്ക്, സമ്മിറ്റ്, സെനിത്ത് എന്നൊക്കെ പറയും. കൾമിനേഷൻ ആണ്. കൾമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പീക്കിലെത്തുക, റീച്ച് ക്ലൈമാക്സ്, അപ് ടു, ലീഡ് അപ് ടു, ഫിനിഷ് വിത്ത് എന്നൊക്കെയാണ് കൾമിനേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. കൾമിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, മുൾമുടിയിലെത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏറ്റവും ആ ഒരു പീക്ക് ലെവലിലെത്തുക അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെത്തുക എന്നുള്ളതാണ് കൾമിനേറ്റ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ കൾമിനേഷൻ എന്നുള്ളതാണ് നൗൺ കേട്ടോ. കൾമിനേഷൻ നൗണ്, കൾമിനേറ്റ് ചെയ്യുക വേർബ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. സോ കൾമിനേഷൻ നൗൺ ആണ്, കൾമിനേറ്റ് ചെയ്യുക വേർബ് ആണ്. സോ കൾമിനേറ്റ് ചെയ്യുക മീൻസ് റീച്ച് എ ക്ലൈമാക്സ് അല്ലെങ്കിൽ ലീഡ് അപ് ടു സംതിങ് അല്ലെ, ഫിനിഷ് വിത്ത്, അവിടെ എത്തിച്ച് എങ്ങനെ എത്തുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഏറ്റവും ആ ഒരു ലെവലിൽ എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഫോർജ് എന്ന വാക്കിനർത്ഥം ഹാമർ ഔട്ട് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുക, മൗൾഡ് ചെയ്യുക എന്നൊക്കെ പറയും. അതേ സാധനത്തിന് നമുക്ക് ബിൽഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനം. എന്നാ ഹരി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പോലെ അവരും ഇടയ്ക്കിടയ്ക്ക് വരും. ചിപ്പി ഇപ്പൊ കുറേ ആയി ലൈവിൽ വന്നിട്ട്. ചിപ്പി എല്ലാ കാലത്ത് വരുള്ളൂ. നിങ്ങളെക്കാളും വളരെ മാവേലിയായിപ്പോയി നമ്മുടെ ചിപ്പി. പിന്നെ അഭിനയുണ്ട്, അത് തന്നെ, പാർവതിയും വരും ഇടയ്ക്കിടയ്ക്ക്, കുഴപ്പമില്ല. പക്ഷെ ചിപ്പി ഈസ് മിസ്സിങ് എന്ന് പറയാം, കുറെ നാളായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഈവൻ ഇഫ് ഷീ ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ ഷീ സ്റ്റിൽ കൺസിഡേർഡ് നോബ് ബൈ ദ മാനേജ്മെന്റ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്.
Yes, it was burning the midnight oil for subordinates to complete the cumbersome task within the time period. That's great. Okay. His construction company is on the boil to be a world's number one company. World's apostrophe s apostrophe വേണം ട്ടോ ഇടയ്ക്ക്. അനുപേ, the status quo of the country need to be status quo existing state of affairs. അപ്പോൾ status quo of the country need to be അല്ല needs to be. Status quo എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. Status quo. കാരണം affairs എന്ന് പറയുമ്പോൾ it's plural, but status quo എന്ന് പറയുമ്പോൾ is എന്ന് പറഞ്ഞാൽ മതി. The relationship between India and UK springs up during G20 summit. Yes, that's great. The government proposes to pass a bill on the boil. That's great. Health workers burned the midnight oil in the pandemic phase. Of course they did. I'm not interested to work. Work out how work in burn the midnight oil. So I'm not interested to burn the midnight oil. That's it. Work and okay. The sculptor etched a beautiful sculpture of fish. Great. Program culminated with a DJ party. That's great. And the the cat etched my fruits when I forget to put my fruits in fridge. That's great. All right. He was forged for a movie. Oh, forged, yeah. Okay. He was forged. He was casted. Show. Ambala, cast alle idu. സിനിമയിൽ നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടുക കാസ്റ്റ് അല്ല. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, കൊല്ലന്റെ ആലയിൽ ഒരു കത്തിയൊക്കെ കാച്ചെടുക്കുക പറയും. എന്തായാലും മലയാളത്തിൽ പറഞ്ഞ കാച്ചാന്നാണ് പറയാം. എന്താ പറയാ, ഒരു ഇതിനെ ഇപ്പൊ നമ്മളൊരു മെറ്റല് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയുധമായിട്ട് മാറ്റുകയാണ്. യു മേക്ക് ഇറ്റ് ഇൻ ടു എ വെപ്പൺ, കൺവേർട്ട് സംതിങ് ഇൻ ടു സംവർ. അപ്പൊ അതിനങ്ങ് എന്താ പറയാ, മോൾഡ് ചെയ്തെടുക്കുക പറയില്ലേ. സാമം മനസ്സിലായോ? ഒരു കാര്യത്തിന് മറ്റൊരു സാധനമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ദാറ്റ് ഇസ് സംതിങ് ന്യൂ ദാറ്റ് യു ക്രിയേറ്റ്. യു ബിൽഡ് സംതിങ്, ക്രിയേറ്റ് സംതിങ്. ആ കാസ്റ്റ് അല്ല നമ്മുടെ കാസ്റ്റിംഗ്. ആ കാസ്റ്റ് ഇല്ലേ, കാസ്റ്റിംഗ് കോള്, ആ സാധനമല്ല. ഓർത്തോണം. ഫോർജ് ചെയ്യുക, ഹാമർ ഔട്ട് ചെയ്യുക, കാസ്റ്റ് ചെയ്തെടുക്കുക, മോൾഡ് ചെയ്തെടുക്കുക, ബിൽഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് ഓർത്തോളാം. അടുത്ത കൺസെൻസസ്. കൺസെൻസസ് നിങ്ങൾ കേട്ട് പരിചയമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൗൺ ആണ്, മീനിങ് ഇതാണ് അഗ്രിമെന്റ്, ഹാർമണി അല്ലെങ്കിൽ കോൺകോർഡ് എന്ന് പറയും. ദാറ്റ് ഇസ് കൺസെൻസസ്. അഗ്രിമെന്റ്, ഹാർമണി, കോൺകോർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. അക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത സബ്സ്റ്റാൻറ്റീവ്, അഡ്ജക്റ്റീവ് ആണ് സബ്സ്റ്റാൻറ്റീവ്. എന്താണ് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള, കൺസിഡറബിൾ ആയിട്ടുള്ള, ദാറ്റ് ഇസ് സബ്സ്റ്റാൻറ്റീവ്. സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് മെഷേഴ്സ് അല്ലെ, മീനിങ് ഫുൾ ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞില്ലേ. ഐ ഹാവ് എ സബ്സ്റ്റാൻറ്റീവ് ഡിസിഷൻ ടു മേക്ക് ഇൻ മൈ ലൈഫ്. എനിക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ലൈഫിൽ എന്നൊക്കെ പറഞ്ഞില്ല. ആ സാധനം ഓർത്തോണം കേട്ടോ. സോ അത് ഓർത്തോളൂ. അപ്പൊ ഈ കാര്യം മാത്രം ഓർക്കല്ലേ, കാസ്റ്റിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. Let me see. In ancient times, people etched stones. Etched stones പറയില്ല. Etch എന്ന verb transitive verb, അതിനുശേഷം ഒബ്ജക്റ്റ് ടു കൊടുക്കല്ലേ. Etch stones എന്ന് പറഞ്ഞത് കാർവ് ചെയ്യാം, സ്റ്റോൺസിനെ കാർവ് ചെയ്യാറുണ്ട്. That's all. So police culminated that the culprit was a psycho. All right. The status quo of a country, of a country is in an amusement stage. Government needs to look at the linchpin of the issue and devise a plan to force the economic cycle. Yeah, അവിടെ verb missing ആണെന്നുള്ള കാര്യം ഞാൻ ഓർക്കണം കേട്ടോ. അല്ല, verb അല്ല, preposition of a country. Students etched the name on the walls of the college on farewell day. That's great. Performance of South Korea was at its culmination and that brought hard-earned victory. Yes, അല്ലേ, അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫേക്ക് ന്യൂസ് ഒക്കെ അവർ വിട്ടല്ലേ, നേരത്തെ അതിന് മുമ്പ് ഒരു ഇതൊക്കെ വിട്ടായിരുന്നു, പോർച്ചുഗൽ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു. Etching a new history, the party won the election. That's great. Finally, the companies took a substantive consensus. Great. Important agreement. The crisis culminates after getting consensus from the people. Great. സോപ്പ് വെച്ച് സ്പെയർക്കി ഉണ്ടാക്കുന്നല്ലേ, സംഭവം സെറ്റ് ആണ്. എന്റെ ഷമ്മാസേ, she was avoiding me. Avoiding was B formulation കഴിഞ്ഞു, ing form continuous tense കൊടുത്തേ മോളെ. She was avoiding me. That incident remained etched on my memories for years. That incident remained etched on my memories for years. All right. Okay. That movie culminated with a good message. Yes, that's great. The group matches in FIFA World Cup culminated with a thrilling finish. That's great. Our freedom fighters etched their memories by blood and sacrifice. That's great. Okay. The animals live in consensus with nature. Yes.
we live in consensus with nature. അല്ലെ ലൈഫിൽ നമ്മളെല്ലാവരും പ്രകൃതിയോട് എന്താ പറയാ ഹാർമണിയിൽ ജീവിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ് അല്ലെ, ഇല്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ്. സാങ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ റഷ്യ ഉക്രൈൻ വോർ വന്ന പിന്നെ എന്നും നമ്മൾ ചെയ്യുന്നത്, എന്നും അക്ഷരാർത്ഥത്തിൽ എന്നും ഉണ്ടാവും. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വാക്കാണ് സാങ്ഷൻ. സാങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗൺ ആയിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. അപ്രൂവൽ, പെനൽറ്റി എന്നൊക്കെ പറയും. അതേ സ്ഥാനത്തിന് വേർബായിട്ട് വരുമ്പോൾ ഓത്തറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, പണിഷ് ചെയ്യുക, പീനലൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ദാറ്റ്സ് വാട്ട് സാങ്ഷൻ ഈസ്. ഓർത്തോണേ. ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് കൾമിനേറ്റഡ് വിത്ത് ആൻ അൺഎക്സ്പെക്ടഡ് റിസൾട്ട്സ്. വിനു, ആൻ എന്ന് പറഞ്ഞ ഒന്നിനെ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു കാര്യം വിട്ടുപോകാതെ ശ്രദ്ധിച്ചോണേ. എ അല്ലെങ്കിൽ ആനെ നമുക്ക് ഉപയോഗിക്കുന്നത് എന്തിന്റെ കൂടെയാണ്? സിംഗുലർ ആയ കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നീ തെറ്റിച്ചു. സിംഗുലറിന്റെ കൂടെ കൊടുക്കുള്ളൂ, റിസൾട്ട്സിന്റെ കൂടെ ആൻ കൊടുക്കുവോ? ഇല്ല. കൗണ്ടബിളും ആയിരിക്കണം, അൺകൗണ്ടബിളിന്റെ കൂടെ കൊടുക്കരുത്, നൗണിന്റെയും കൂടെ കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, ആൻ എന്ന് കൊടുക്കരുത് കേട്ടോ. ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് കൾമിനേറ്റഡ് വിത്ത് അൺഎക്സ്പെക്ടഡ് റിസൾട്ട്സ്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണമായിരുന്നു, വിത്ത് ആൻ അൺഎക്സ്പെക്ടഡ് റിസൾട്ട് എന്ന് കൊടുക്കണം, സിംഗുലർ കൊടുക്കണം. ദാറ്റ്സ് ഡിഫറൻസ്. ഓർത്തോണേ. അത് ചെറിയ തെറ്റാണ്, പക്ഷെ മാർക്ക് പോകുന്ന എക്സാമിന് മാർക്ക് പോകുന്ന പരിപാടിയാണ്. അതൊന്ന് ശ്രദ്ധിച്ചോ. സോ yes, group leader forged the group by taking some substantive moves. Okay, it was a substantive effort from the government to save the endangered species. Great. It's substantive to have an aim in life. Yes, it is. Very good, very good. It is hard work, like burn the midnight oil, HSS carry. Okay. Harshad avade ശ്രദ്ധിച്ചോണേ. His hard work, ഒറ്റ വാക്ക്, hard work is one word. His hard work, like burning the midnight oil. Like burning the midnight oil, H is his career. H is verb ഒക്കെ നീ സെറ്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ V1 ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കില്ല. ബേണിംഗ് എന്ന് കൊടുക്കുക, ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കുക. ബേണിംഗ് ദ മിഡ്നൈറ്റ് ഓയിൽ എന്ന് കൊടുക്കുക കേട്ടോ. അതിൽ ഹാർഡ് വർക്ക് ഒറ്റ വാക്കുമായിട്ട് എഴുതാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. The teacher sanctioned the students for not doing the homework. Great. Yes, an apple. A car, an apple. Writers forge their characters of writing from their life experience. Yes, yes, yes. All right. അപ്പൊ സെറ്റ് ആണല്ലോ. അടുത്തോട്ട് നോക്കിയേ. ഡൗൺ ടേൺ ലൈഫിൽ അല്ലെ, ലൈഫിൽ ഒരു ഡൗൺ ടേൺ ഉണ്ടായി എന്നൊക്കെ പറയും. ഡൗൺ ടേൺ മീൻസ് എന്താ? ഡിക്ലൈൻ, റിഡക്ഷൻ, ഡിക്രീസ്, ഡിമിനിഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഡൗൺ ടേൺ എന്ന് പറയാം. നൗൺ ആണ് ഡൗൺ ടേൺ. അടുത്തത് ഹാർമോണിയസ്. യു നോ വാട്ട് ഹാർമോണിയസ് ഇസ്. ഒന്ന് മ്യൂസിക്കിൽ നമ്മൾ മെലോഡിയസ്, ട്യൂൺഫുൾ എന്നൊക്കെ പറഞ്ഞു ഹാർമോണിയസ്. അല്ലാതെ ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റഡ്, യുണൈറ്റഡ്, കോൺഡുവസ്, എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അല്ലെ, ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു വർക്ക്. ഹാർമോണിയസ് എഫേർട്ട് ഓഫ് ദ പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഹാർമോണിയസ് എന്ന വാക്കിന്റെ അർത്ഥം. കോൺഗ്രുവസ്, കോർഡിനേറ്റഡ് എന്നൊക്കെയാണ് ഹാർമോണിയസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തോണം. അടുത്ത പ്രോമിനൻസ്. നമുക്കറിയാം പ്രോമിനൻസ് എന്ന് പറഞ്ഞാൽ പ്രോമിനന്റ് ആയിട്ട് അവസ്ഥ, ഇമ്പോർട്ടൻസ്. അപ്പൊ ഫെയിം, ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ നമ്മൾ പറയാം. പ്രീ എമിനൻസ് അല്ലെങ്കിൽ എമിനൻസ്, അതൊക്കെയാണ് പ്രോമിനൻസ് എന്ന വാക്കിന്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ഏറെക്കുറെ ഇതുപോലത്തെ ഒരു വാക്ക് അല്ലെ, സെയിം സാധനം അല്ലെ. അടുത്ത ഫ്ലെയർ അപ്പ് ഇസ് എ നൗൺ. ഫ്ലെയർ അപ്പ് ഹൈഫനേറ്റഡ് വേർഡ് ആണ്, ശ്രദ്ധിച്ചോണം. ഫ്ലെയർ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ബേഴ്സ്റ്റ്, പൊട്ടിപ്പുറപ്പെടൽ അല്ലെ, എക്സ്പ്ലോഷൻ, ഇറപ്ഷൻ, ഔട്ട്ബ്രേക്ക്. എസ്പെഷ്യലി എന്താ ഫ്ലെയർ അപ്പ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ പൊട്ടിപ്പുറപ്പെടുകയില്ല പറയുന്നത്? നെഗറ്റീവ് കാര്യമാണ് ഫ്ലെയർ അപ്പ്. ഒരു വയലൻസോ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടുവിക്കുന്നത് തന്നെയാണ്. വഴക്ക് എന്തെങ്കിലും ആണെങ്കിൽ, ഡിസ്പ്യൂട്ട് അല്ലെ, ഡിസഗ്രിമെന്റ്, വയലൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഫ്ലെയർ അപ്പ്. അല്ലാതെ എന്നും പൊട്ടിപ്പുറപ്പെടുന്നതിന് നമ്മൾ ഫ്ലെയർ അപ്പ് എന്ന് പറയില്ല. എന്തിന്റെ ഔട്ട്ബേഴ്സ്റ്റ് ആണ്? വയലൻസിന്. അപ്പൊ നെഗറ്റീവ് വേർഡ് ആണ്. അപ്പോൾ ഫ്ലെയർ അപ്പിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ഫ്ലെയർ അപ്പ് ഇസ് എ നെഗറ്റീവ് വേർഡ്, ഒരു നെഗറ്റീവ് മീനിങ് ആണെന്ന് വരുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഫ്ലെയർ അപ്പ് ചെയ്യുന്നത് വയലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഫ്ലെയർ അപ്പ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, നെഗറ്റീവ് വേർഡ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ലൈവിലുള്ള പിള്ളേരെ, വാട്ട് ആർ യു ഡൂയിങ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ അല്ലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇതൊക്കെ പറഞ്ഞു തരണോ? ചാടിയൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ട് ലൈക്ക് ഇട്ടോ. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ. നമ്മുടെ സെഷൻ അല്ലെ, എത്ര പേര് അറിയാത്തവരുണ്ടാവും, അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. Court always gives primacy to substantive evidence. Yes, it is a substantive matter. It is the substantive matter to discuss every environment. It is the substantive matter that discusses matter എന്നല്ലേ, അപ്പൊ discusses എന്ന് കൊടുക്കണം. That discusses every environmental activist. അപ്പോഴൊരു പ്രശ്നമുണ്ട്, അതിനെ എടുത്തേക്കുന്ന സെന്റൻസിൽ ഒരു തെറ്റുണ്ട്. ദാറ്റ് എവറി എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് അങ്ങനെ കൊടുക്കാം. ദാറ്റ് എവറി എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ഡിസ്കസ് എന്ന് കൊടുക്കാം. അപ്പോഴത് കറക്റ്റ് ആവാം. എല്ലാ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റും ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അത് പാസിവൈസേഷനിൽ കൊടുക്കണം, എന്നാൽ അത് കറക്റ്റ് മീനിങ്ങിലോട്ട് സ്ട്രക്ചറിലോട്ടും വരുള്ളൂ കേട്ടോ ഷൈനി.
അതൊന്നുകൂടി പറയാം. It is a substantive matter that every environmental activist, വിസ്റ്റുകൾ എന്ന് പറയില്ല, എവറിയുടെ കൂടെ സിംഗുലർ അല്ലേ കൊടുക്കുള്ളൂ, every environmental activist discusses എന്ന് കൊടുക്കാം. Last month the firm witnessed a downturn in profit. That's great. Yes. Water authority drags people's leg. Drag people leg alla, people in day. When without giving sanction for water connection. Okay. After all, she got sanctioned for environment education law. Great. The downturn of employees shows a signal of recession. Yes. Students harmoniously or missing harmoniously. I harmoniously flew in the face of rules laid down by hostel matron. Right. Harmonious efforts of the teachers paved way for a good result. Alright, that's great. അപ്പോൾ ഓർത്തോണേ, sanction, downturn, harmonious, prominence, flare up. ഇവിടെ വരെ നമുക്കായി. നമുക്ക് അടുത്തോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം 7ാം തീയതി. അപ്പോൾ ആലോചിച്ച് നോക്കുക, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എത്തി. അപ്പം ഇന്നലെ സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4ാം തീയതി, ജനുവരി 4ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. ജനുവരി 4ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ധൃതി വെച്ച് അപ്ലൈ ചെയ്യണ്ട, പയ്യെ ടൈം എടുത്ത് അപ്ലൈ ചെയ്താൽ യു ഹാവ് ദ ടൈം. ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക, കാറ്റഗറി നമ്പർ കൃത്യമായിട്ട് കൊടുത്ത് അപ്ലൈ ചെയ്ത് തുടങ്ങുക. കാര്യങ്ങളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് നടക്കട്ടെ. പഠനം പക്ഷെ അവസാനത്തോട്ട് വെച്ചുകൊണ്ടിരിക്കണം. പഠനം ഇന്ന് തന്നെ തുടങ്ങാം. കാര്യം വാസ്റ്റായ സിലബസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ബാക്കി ഏതൊരു എക്സാം പഠിക്കുന്ന പോലെ അല്ല ഡിഗ്രി പ്രിലിംസ് എല്ലാ വർഷവും എല്ലാ തവണയും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ആണ് വരിക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടണം. വേറൊരു നിവർത്തി നമുക്കില്ല. വി ഡോണ്ട് ഹാവ് എനി ചോയ്സ് അല്ലെ. വി ഡോണ്ട് ഹാവ് ദ ലക്ഷറി ടു എന്താ പറയാ റിലാക്സ്. സമയമില്ല മക്കളെ, സമയമില്ല. യു ഡോണ്ട് ഹാവ് ദ ലക്ഷറി ടു എന്താ പറയാ drop your guard. You can ill afford to drop your guard. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഡിഗ്രി പ്രിൻസിപ്പൽ പഠിച്ചു തുടങ്ങുക. നമ്മൾ ഇന്ന് സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്, സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോടുകൂടി 5 മാസത്തെ കോഴ്സാണ്. കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുപോലെ 5 മാസത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് മെന്റർഷിപ്പ് തരുന്ന ഒരു കോഴ്സാണ്. 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ യു നോ മൈ കോഡ്. എന്റെ കോഡ് ഇതാണ് Y314, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സ് ജോയിൻ ചെയ്യാം. അതുപോലെ VFA BEVQLD ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ്സിൽ 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. ജോയിൻ ചെയ്യേണ്ട കോഡ് അറിയാലോ, Y314 എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന അല്ലാതെ നിങ്ങൾക്ക് സെൽഫ് പഠനമാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്. PSC ബുള്ളറ്റിൻ റെഫർ ചെയ്യുക. അതുപോലെ ഗവൺമെന്റ് സൈറ്റുകൾ, SCRT NCRT ടെക്സ്റ്റുകൾ നോക്കി പഠനം ആരംഭിച്ചോണം. ഇനി അവസാന മുഹൂർത്തത്തിലോട്ട് വെച്ചുകൊണ്ടിരിക്കരുതേ, അതൊന്ന് ശ്രദ്ധിച്ചോളാം. ബേസ് ഒക്കെ കവർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പോകണം. PSC എക്സാംസ് ഇനി അങ്ങനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ. അപ്പോൾ ഇനി ഒരു പാറ്റേണിനെ പറ്റി ഒന്നും അറിയില്ലാത്തവരാണെങ്കിൽ ഈ ഇടയ്ക്ക് വന്ന എക്സാംസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പോക്കണം കേട്ടോ. ഏതൊക്കെയാണ് വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ വരാം, എവിടം വരെ ഇവന്മാർ നമ്മളോട് ചോദിക്കാം എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അടുത്ത സെറ്റിലോട്ട് പോകണം. അടുത്ത സെറ്റ് റിട്രിബ്യൂഷൻ. റിട്രിബ്യൂഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ? പണിഷ്മെന്റ്. ഒരാൾക്ക് നമ്മൾ റിട്രിബ്യൂഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുത്തു, പെനാൽറ്റി കൊടുത്തു, പേ ബാക്ക് ഓർ റിവെഞ്ച്. അതാണ് റിട്രിബ്യൂഷൻ എന്ന് പറയാം. ഓർത്ത് വെച്ചോണേ, റിട്രിബ്യൂഷൻ എന്ന വാക്ക് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്. അറിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ. റിട്രിബ്യൂഷൻ എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, നാളെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിട്രിബ്യൂഷൻ എന്ന വാക്ക് കേട്ടോ. അപ്പോൾ പണിഷ്മെന്റ്, പെനൽറ്റി എന്നൊക്കെയാണ് റിട്രിബ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് റിട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ, പണിഷ്മെന്റ് പെനൽറ്റി ഒക്കെ ആണെങ്കിൽ റിട്രിബ്യൂട്ട് ചെയ്യുക, പേ ബാക്ക് ചെയ്യുക അല്ലെ, തിരിച്ചു കൊടുക്കാനുള്ളതാണല്ലേ. നമ്മളിപ്പം തിരിച്ചു എടുക്കാനുള്ള, റിവെഞ്ച് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള എന്ന് പറയില്ലേ. ടു ഗിവ് ഇൻ റിട്ടേൺ, തിരിച്ചു കൊടുക്കുക ഒരു കാര്യം. പേ ബാക്ക് ചെയ്യുക, റിട്രിബ്യൂട്ട് ചെയ്യുക എന്ന വേർബ് ഉണ്ട് കേട്ടോ. റിട്രിബ്യൂട്ട്, വേർബ് ഇസ് റിട്രിബ്യൂട്ട്. നൗണ് റിട്രിബ്യൂഷൻ. അടുത്ത ക്രാക്ക് ഡൗൺ. എന്താ ക്രാക്ക് ഡൗൺ? ക്രാക്ക് ഡൗൺ ചെയ്യുക, ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഫ്രീസൽ വേർബ് ആയി. ക്രാക്ക് ഡൗൺ ചെയ്യുക, ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ക്ലാമ്പ് ഡൗൺ, റിപ്രഷൻ, സപ്രഷൻ, അടിച്ചമർത്തൽ. ദാറ്റ് ഇസ് ക്രാക്ക് ഡൗൺ. എന്തെങ്കിലും ഒരു കാര്യത്തിന് അടിച്ചമർത്തുക. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, റിസഷൻ ഇതൊക്കെ നമ്മൾ പറയില്ലേ, റിപ്രഷൻ എന്ന് പറയില്ലേ, അതിനാണ് ക്രാക്ക് ഡൗൺ. ക്ലാമ്പ് ഡൗൺ, റിപ്രഷൻ, സപ്രഷൻ എന്നൊക്കെ പറയും. ദാറ്റ്സ് ക്രാക്ക് ഡൗൺ. അടുത്ത അൺബെയറബിൾ. ദിസ് ഇസ് അൺബെയറബിൾ. എനിക്ക് പറ്റില്ല കേട്ടോ, ഇത് സഹിക്കാൻ പറ്റില്ല. അൺസൈക്കബിൾ നമ്മൾ പറയും, മലയാളത്തിൽ പറയില്ല അൺസൈക്കബിൾ, അതാണ് അൺബെയറബിൾ. ബെയർ ചെയ്യാൻ പറ്റാത്തത്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത്, അൺബെയറബിൾ എന്ന് പറയും. സോ ബെയറബിൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും, ടോളറബിൾ ആണ്, സഫറബിൾ ആണ്, എൻഡ്യൂറബിൾ ആണ് എന്ന് പറയും. സോ ഇതൊക്കെ ഓർത്തോണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഉള്ള ഈ വാക്ക് ശ്രദ്ധിച്ചോണം. നമ്മുടെ വേർഡ് ഏതാ? വേർഡ് എന്ന് പറയുന്നത് ബെയർ എന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള വേർബ് ബെയർ. ബെയർ എന്ന് പറയുന്നത് വേർബാണ്. ഈ ബെയർ എന്ന വേർബിൽ നിന്നാണ് ടോളറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്നത്, സഫർ ചെയ്യുക, എൻഡ്യൂർ ചെയ്യുക എന്ന വേർബ് വരുന്നത്. ഇവയുടെ കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുവാണ്
സഫിക്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സഫിക്സ് ABLE എന്ന് പറയുമ്പോൾ adjective ആയി. ടോളറബിൾ അല്ലെ, സഫറബിൾ, എൻഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ അത് adjectiveലോട്ട് വന്നു. ഇനി അതിന്റെ കൂടെ നിങ്ങൾ എന്തിട്ട് കൊടുക്കുന്നു, എന്താ പ്രിഫിക്സ് ഇട്ട് കൊടുക്കുന്നു അൺ. അൺ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രിഫിക്സ് എന്താ പറയാ അൺഇൻറ്റൻഷണൽ നമ്മൾ പറയില്ലേ, അതുപോലെ അൺഎത്തിക്കൽ അങ്ങനെ കാര്യം. അതുപോലെ ഇൻടോളറബിൾ, ഇനാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻടോളറബിൾ, ഇൻസെപ്പറബിൾ, എൻഡ്യൂറബിൾ എന്നൊക്കെ പറഞ്ഞ സാധനം കണ്ടോ, ഇതൊക്കെ എന്താണ് പ്രിഫിക്സ് ആണ്. അപ്പൊ നെഗറ്റീവ് പ്രിഫിക്സും സഫിക്സുകളും ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ വേർഡിന്റെ മാറ്റവും കാണാൻ പറ്റും, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ മീനിങ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഓർത്തോണം. സോ ദാറ്റ് ഇസ് അൺബെയറബിൾ. അപ്പോ ഒരു ബുക്കുണ്ട്, അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന ഒരു ബുക്ക്, വല്ലാത്തൊരു ബുക്ക് അത്. അപ്പം തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത് വേറെ. അപ്പൊ എന്തായാലും പെൻഡപ്പ്, അടുത്തതാണ് അഡ്ജക്റ്റീവ് പെൻഡപ്പ് ആണ്. പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, റിപ്രസ് ചെയ്തത്. പെൻഡപ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. പെൻഡപ്പ്, PENTPUP, പെൻഡപ്പ് ചെയ്യുക. അത് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പെൻഡപ്പ് ചെയ്ത എന്ന് പറയുന്നത് പെൻഡപ്പ് ഫ്രസ്ട്രേഷൻ. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, ഇത്ര നാളും ഞാൻ അടക്കി പിടിച്ചു പോയത് എന്റെ ഫ്രസ്ട്രേഷൻ, ഐ എം ഗോയിങ് ടു ലെറ്റ് ഇറ്റ് ഔട്ട് എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് പെൻഡപ്പ്. പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ റിപ്രസ്ഡ് ആയിട്ടുള്ള, സപ്രസ്ഡ് ആയിട്ടുള്ള, ഹെൽഡ് ബാക്ക്, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരുന്ന എന്നുള്ളതിനെയാണ് പെൻഡ് അപ്പ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് ആണ്, ഓർത്തോണം. പെൻഡപ്പ്, PENTUP, പെൻഡപ്പ്. റിപ്രസ്ഡ് അല്ലെങ്കിൽ സപ്രസ്ഡ് അല്ലെങ്കിൽ ഹെൽഡ് ബാക്ക്, ദാറ്റ്സ് വാട്ട് പെൻഡപ്പ് ഈസ്, ഓർത്തോണം. അടുത്ത വീൽഡ് ചെയ്യുക. നമ്മൾ വീൽഡ് ചെയ്യുക പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നാളെ പറഞ്ഞു നിങ്ങളോട്. വീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വാളൊക്കെ എടുത്ത് വീശുക പറയില്ലേ, അതാണ് വേവ് ചെയ്യുക, ബ്രാൻഡിഷ് ചെയ്യുക എന്നൊക്കെ നമ്മൾ എന്തിനു പറയും, നമ്മുടെ വീൽഡ് ചെയ്യുക എന്നുള്ള വാക്ക് പറയും. അപ്പോ ഈ വീൽഡ് ചെയ്യുന്നതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, എക്സേർട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഹാവ് ഓർ ഹോൾഡ്. വീൽഡ്, ഹി വീൽഡ്സ് പവർ ഇൻ അവർ കമ്പനി. ഒന്ന് പറയണ പുള്ളിയാണ് ഇതിന്റെ എല്ലാം വീൽഡ് ചെയ്യുന്നത്, പവർ വീൽഡ് ചെയ്യുന്ന പുള്ളിയാ എന്ന് പറഞ്ഞാൽ പവർ എക്സസൈസ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്, ഹോൾഡ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ദാറ്റ് ഇസ് വീൽഡ്. ഓർക്കുക കേട്ടോ, വീൽഡ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം മറന്നു പോകണ്ട. വീൽഡ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ലിറ്ററലി വീശുക എന്നുള്ള അർത്ഥമുണ്ട്, അല്ലാതെ നമ്മുടെ എക്സസൈസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്, ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ വേർഡ്സ്. സോ ലെറ്റ്സ് മൂവ്. ഇതാണ് നമുക്ക് വേർഡ്സ് ഉള്ളത്. Let me see. Okay. After all, she got sanctioned for education loan. അത് പറഞ്ഞത് അല്ലേ, ഞാൻ എവിടം വരെ വന്നായിരുന്നു, matron വരെ പറഞ്ഞു. Harmonious efforts of teachers പറഞ്ഞു, അവിടെയും പറഞ്ഞു അല്ലേ. Okay, repetition videos are affected by the downturn in views. Repetition spelling ശ്രദ്ധിക്കണേ, REPETITION ആണ്. Repetition of videos, വെറും repetition videos അല്ല, repetition of videos are affected by the downturn in views. ശരിക്കും നേരെ തിരിച്ചാ വരണേ, downturn in views are affected by the repetition of videos എന്ന് വരണം, എന്നാലും അത് കറക്റ്റ് ആവുക കേട്ടോ. ഹൗമോളെ, even though the tussle between them flared up in the frequent interims, harmony they had galvanized their neighbors. That's great. Shocked their neighbors അല്ലേ, കൊള്ളാം. എപ്പോഴും വഴക്കാണ്, പക്ഷെ അവർ തമ്മിലുള്ള ഹാർമണിയാണ് ശ്രമിക്കാൻ പറ്റില്ലാത്ത അല്ലേ, കൊള്ളാം. And he flares up the meeting. That's great. Flares up, കൊള്ളാം. അത് phrasal verb ആയി മാറുന്നു, ഗ്യാപ്പ് വന്നപ്പോ കേട്ടോ. Demand for product increases when the price of product downturns. Turn down, താഴുമ്പോ, അങ്ങനെ വരുമ്പോൾ turn down ആണ്. Down turn എന്ന് പറഞ്ഞ noun ഇല്ലേ, I mean phrasal verb ഇല്ല കേട്ടോ, verbum ഇല്ല കേട്ടോ. Down turn noun ആണ്, ധന്യ അതിന് phrasal verb ആയിട്ട് ഉപയോഗിക്കുന്നത് turn down കൊടുക്കുക, turn down കേട്ടോ, turn down. A downturn in life is common, but you should get a handle on the reasons behind it. That's great. He etched his friends' names on the rock. Great. The FSSI issued sanction for all food product makers who did malpractice in their making. That's great. Sanctions for അല്ല, sanctions on somebody എന്ന് നമ്മൾ പറയാം. അപ്പോൾ on കൊടുക്കട്ടെ ആദ്യത്തെ, അപ്പോൾ അത് കറക്റ്റ് ആവും. I'm trying hard to get a sanction from the higher authority. That's great. A communal riot was flared up in the village. അവിടെ ഫ്ലെയർ അപ്പിന് ഗ്യാപ്പ് കൊടുക്കുക, അപ്പോഴാണത് ഹൈഫൻ കൊടുക്കാതെ ഗ്യാപ്പ് കൊടുക്കട്ടോ അമല, അപ്പോഴാണ് അത് എന്താവുക, phrasal verb ആയി മാറുക. A substantive consensus is made by the government personnel to tweak the rate of goods. That's great. When COVID pandemic flared up, ഗ്യാപ്പ് വേണ്ട സോണല്ലേ, അതിനെ ഫ്ലെയർ അപ്പ് ചെയ്യാന്ന് പറയുന്നതേ, ഞാൻ നോക്കിയേ ഇവിടെ കൊടുത്തേക്കുന്ന ഫ്ലെയർ അപ്പ് ഉണ്ടോ, ഇത് നൗൺ ആണെന്ന് ഞാൻ പറഞ്ഞു, ഹൈഫൻ കൊടുത്ത നൗണാ. നിനക്കത് ഫ്ലെയർ അപ്പ് ചെയ്തു, ഔട്ട്ബേസ്റ്റ് ചെയ്തു, എക്സ്പ്ലോഡ് ചെയ്തു എന്നാണെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, ഇറ്റ് ബിക്കംസ് എ phrasal verb കേട്ടോ. That's it. ശ്രദ്ധിച്ചോണം. So when COVID and pandemic flared gap up, we could see the harmonious effort of government and health workers. Yes, the great Alexander etched his ruling in the world history. Yes, the
Harmonious what? Harmonious of employees theta. Harmony of employee. Unity. Harmony of employee in a company. In non-company thanya alla. Harmonious of alla. Harmony of employees aanu. Noun avada varundathu. In an company alla. In a company. Or company. K sound kando. Idalla. Vowel sound alla. Appo a company leads to success. There has been a flare-up of violence in Williamport. Yes, great sentence. Retribution given by his teacher was unbearable for him. Okay, the retribution given by the village head was unbearable. Great. The verdict of the court is unbearable. Okay, revolt of 1857 was cracked down, and Indians went on retributing a vende till they got Purna Swaraj. Yes, the company retributed against the employee for filing inappropriate papers. Great. Documents. That's great. Papers ആകുമ്പോൾ അത് കറക്റ്റാ, ഇല്ലെങ്കിൽ തെറ്റായി പോകും. കാരണം പേപ്പർ ഇസ് അൺകൗണ്ടബിൾ ആണ്. പേപ്പേഴ്സ് ഉണ്ട്, ഡോക്യുമെന്റ്സ് എന്നർത്ഥം. ദാറ്റ്സ് ഗ്രേറ്റ്. പോലീസ് ക്രാക്ക് ഡൗൺ. ഡൗൺഡ് തെറ്റാണ്. സുമി ക്രാക്ഡ് ഡൗൺ അത് ഹൈഫനേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ക്രാക്ക് ഡൗൺ ചെയ്തു ഫ്രേസൽ വേർബ് ഉണ്ട്, പക്ഷെ ക്രാക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റിപ്രസ് ചെയ്തു എന്നുള്ള അർത്ഥമല്ലേ. അപ്പം ഒരു കേസ് ക്രാക്ക് ഡൗൺ ചെയ്യുക, രണ്ടർത്ഥമുണ്ട്. ക്രാക്ക് ചെയ്യാം, നമ്മൾ പറയില്ല ക്രാക്ക് ഡൗൺ ചെയ്യാം. അപ്പൊ അതിന് ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് എഴുതിയാൽ അത് ഇതായി. അതും ക്രാക്ഡ് ഡൗൺ ആണ്. ഇറ്റ്സ് നോട്ട് ക്രാക്ക് ഡൗൺഡ് അല്ല, ക്രാക്ക് ഡൗൺ. കേട്ടോ, ശ്രദ്ധിക്കണേ സുമി. The police cracked down the strife happened in the town. The British cracked down the first British cracked down the first independent struggle in 1857. Could you wield this object? That's great. The pent-up mind of the human becomes unbearable and will eventually lead to retribution. Sorry, yes, retribution. Great. Shankare, great. The unbearable death of Kalaban Mani was an unbearable thing for Mollywood industry. കേട്ടോ, അവിടെ അൺബെയറബിൾ ആൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൗൺ ഉറപ്പായിട്ടും വേണം. ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ ആയ കൗണ്ടബിൾ ആയ നൗണിന്റെ കൂടെ എയോ ആനോ കൊടുക്കുള്ളൂ. അപ്പൊ അൺബെയറബിൾ സിറ്റുവേഷൻ, അൺബെയറബിൾ മാറ്റർ, അൺബെയറബിൾ തിങ്, അങ്ങനെയാണോ? അൺബെയറബിൾ സിറ്റുവേഷൻ അല്ല കണ്ടീഷൻ, എന്ത് വേണം കൊടുക്കാം. പക്ഷെ കൃത്യമായിട്ടും ഒരു നൗൺ കൊടുക്കണം, കൗണ്ടബിൾ ആയ ഒരു നൗൺ കൂടെ കൊടുക്കണം എന്നുള്ളത് വളരെ, ആൻഡ് കൂടെ എയുടെ കൂടെ കൊടുക്കണം എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കേട്ടോ, MLA ശ്രദ്ധിക്കണം. Retribution was given by the spearhead after he ostracized the mandatory rule. That's great. The principal pent up the right. അല്ലല്ല, pent up എന്ന് പറയുന്നത് ഇവിടെ adjective മാത്രമാണ്, ഹൈഫനേറ്റഡ് ആയിട്ട് adjective മാത്രമാണ്. കേട്ടോ, പിന്നെ ഫ്ലെയർ അപ്പ് എന്ന് പറയുന്നത്, ഫ്ലെയർഡ് അപ്പ് എന്ന് പറയുന്നത് കൊടുത്തു, പക്ഷെ എന്ത് ചെയ്യണം, ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് മീനിങ് മാറിപ്പോയി മൊത്തം തെറ്റും. Within the students that took a severe retribution towards those who are involved in it. ഓക്കെ, അത് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന്റെ യൂസിന് മാത്രം ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മതി. The government has ordered a crackdown on youth's drug use. യൂത്തിന്റെ അപ്പസ്ട്രോഫീസ് കൊടുക്കണേ ഹവമോളെ. I can't put up with crackdown of rich people towards poor people. Okay, repression അല്ലേ? That's great. You cannot put up with. That's great. Moving on people. അപ്പൊ ഇതാണ് നമ്മുടെ വേർഡ്സ് ആൻഡ് വൊക്കാബ്. കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണുമല്ലോ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. നമ്മുടെ ആർട്ടിക്കിൾ ഇതാണ്, ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ചില്ലറാണ് ഉത്തരവാദിത്തം അല്ല, നല്ല ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പൊ ഉത്തരവാദിത്തത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൊക്കാബുലറി മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഒരു ലൈക്ക് ഇട്ടോളൂ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. ദിസ് ഈസ് അവർ ആർട്ടിക്കിൾ. സോ ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഇതാണ്, great responsibility. During G20 presidency, India must etch its global dreams on domestic landscape. അപ്പോൾ ഇന്ത്യക്ക് ഉള്ളത്, ഇന്ത്യയുടെ മുമ്പിലുള്ളത് വലിയൊരു ചുമതലയാണ്, ഇന്ത്യയുടെ ഷോൾഡേഴ്സിലുള്ളത് വലിയൊരു ചുമതലയാണ്. അപ്പൊ മനസ്സിലാക്കിയ ഒരു തംസപ്പ് ഇട്ടേ പിള്ളേരെ. എന്താണ് പിള്ളേരെ ഒരു ഇതില്ലാത്ത, സ്നേഹമില്ലാത്ത? അപ്പൊ G20 പ്രസിഡൻസി അത് ഏറ്റെടുക്കുമ്പോൾ, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വലിയൊരു ചുമതലയാണ് അല്ലെ. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യണം? കാവ് ചെയ്യണം അല്ലെ, മോൾഡ് ചെയ്യണം. എന്ത് മോൾഡ് ചെയ്യണം? അതിന്റെ ഗ്ലോബൽ ഡ്രീംസ്. ഇന്ത്യ ഒരു ഗ്ലോബൽ ഡ്രീംസ് ആണ് ഇന്ത്യയുടെ. ആ ഗ്ലോബൽ ഡ്രീംസ് ഡൊമസ്റ്റിക് ലാൻഡ്സ്കേപ്പിൽ കാവ് ചെയ്തെടുക്കാൻ ഇന്ത്യക്ക് പറ്റണം അല്ലെ. ഗ്ലോബൽ ഡ്രീംസ് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, അത് ഇന്ത്യയിലൂടെ പ്രാവർത്തികമാക്കി കാണിക്കണം അല്ലെ. ഇന്ത്യയുടെ ലാൻഡ്സ്കേപ്പിൽ, ഡൊമസ്റ്റിക് ലാൻഡ്സ്കേപ്പിൽ പ്രാവർത്തികമാക്കി കാണിക്കുമ്പോഴാണ് ആ ഉത്തരവാദിത്തം കറക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് നിറവേറുക എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ. There are many places where crackdown of women happened with gender discrimination. Yes. Places the spelling is ശ്രദ്ധിച്ചോണം. Police pent up the protest. ഇല്ല എടാ, pent up repress ചെയ്തു എന്നല്ലേ. അപ്പൊ അത് pent up ചെയ്യുന്നു നീ കൊടുക്കണമെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് ഫ്രേസൽ വെർബ് ആയി. കേട്ടോ, MLA അത് അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സാധനത്തിന് നിങ്ങൾക്ക് ഇപ്പൊ എന്തായിട്ട് കൊടുക്കണം? ഫ്രേസൽ വെർബ് ആയിട്ട് കൊടുക്കണം, ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. That's it. That's all. Okay, അപ്പൊ നോക്കാം. The government launched its
year of the G20 presidency on December 1st with some pomp, and 100 monuments from Kashmir to Kanyakumari lit up with India's G20 logo symbolizing the motto Vasudhaiva Kudumbakam, or one earth, one family, one future. In an editorial essay, Prime Minister Narendra Modi committed to making India's year of chairmanship as one that will focus on healing one earth, creating harmony within our one family, and giving hope for our one future. There are plans for about 200 G20. നോക്കാം. പറഞ്ഞു എന്താണ്, അങ്ങനെ നമ്മുടെ G20 സമ്മിറ്റിന്റെ തുടക്കം കുറിച്ചുകൊണ്ട്, പ്രസിഡൻസി കുറിച്ചുകൊണ്ട് ഡിസംബർ 1-ാം തീയതി നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ തുടങ്ങി. 100 മോണുമെന്റ്സിന് ലിറ്റപ്പ് ചെയ്ത് വെച്ചു, ലൈറ്റ് ചെയ്ത് വെച്ചു. എവിടെ? കശ്മീർ മുതൽ 100 മോണുമെന്റ്സിനാണ് ലൈറ്റ് ചെയ്ത് വെച്ചത്. എവിടെ മുതൽ? കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ളതിൽ നമ്മൾ ലൈറ്റ് ചെയ്ത് അല്ലെ പ്രകാശമയമായി എന്ന് പറയില്ലേ, അങ്ങനെയായി. അപ്പൊ അത് സിംബലൈസ് ചെയ്ത മോട്ടോ എന്താണ്? അപ്പൊ നമ്മുടെ ഇതിന്റെ മോട്ടോ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാത്തിനും ഉള്ള മോട്ടോ ആണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് മോട്ടോ ആണ് നമ്മൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് നമുക്ക് വിളിക്കാം വൺ എർത്ത്, ഒരു ഭൂമി, ഒരു ഫാമിലി, ഒരു ഫ്യൂച്ചർ, ഒരു ഭാവി, അല്ലെ? അതാണ് നമ്മുടെ വസുദൈവ കുടുംബകം എന്നതിന്റെ മോട്ടോ, അല്ലെങ്കിൽ വസുദൈവ കുടുംബം സെയിം ഒരു സാധനമാണല്ലേ? അതെ. അപ്പം എഡിറ്റോറിയൽ എസ്സേയില് കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കമ്മിറ്റ് ചെയ്ത് പറഞ്ഞു. കമ്മിറ്റഡ് ടു എന്ന് പറയുമ്പോൾ അതൊരു ഫ്രേസൽ അല്ല, സോറി, ഇറ്റ്സ് എ ഫ്രീസ്. അതൊരു ഫ്രീസ്. കമ്മിറ്റഡ് ടു കഴിഞ്ഞിട്ട് കണ്ടോ ജെറണ്ട് വന്നേക്കുന്നുണ്ടോ? മേക്ക് എന്ന്, കമ്മിറ്റഡ് ടു മേക്ക് പറയില്ല, കമ്മിറ്റഡ് ടു മേക്കിംഗ്, സബ്ജക്ട് ടു, കമ്മിറ്റ് ടു എന്നുള്ളത് ഓർത്തോണേ, ശ്രദ്ധിച്ചോണം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ കമ്മിറ്റഡ് ടു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. അതിനുശേഷം വന്നേക്കുന്നത് ഒബ്ജക്റ്റ് അല്ലെ ജെറണ്ട് ആയിരിക്കും. കമ്മിറ്റഡ് ടു സംതിങ്, കമ്മിറ്റഡ് ടു മേക്കിംഗ് മിസ്റ്റേക്സ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഓർത്തോണം. അപ്പൊ എന്തായാലും പറഞ്ഞു വരുന്നതാണ് ചെയർമാൻഷിപ്പ്, ഇയർ ഓഫ് ചെയർമാൻഷിപ്പ് ആണല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ എർത്തിനെ ഹീൽ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഹാർമണി ക്രിയേറ്റ് ചെയ്യുക. ഫാമിലി തമ്മിൽ, ഫാമിലി ഒറ്റ ഫാമിലിയാണ്, അപ്പൊ എല്ലാവരും തമ്മിലൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിന് ഒരു ഹോപ്പ് കൊടുക്കുക. അതാണ് വൺ ഫ്യൂച്ചറിന് ഒരു ഹോപ്പ് കൊടുക്കുക. ഈ 3 കാര്യമാണ് നരേന്ദ്രമോദി ജി അദ്ദേഹം നമ്മുടെ എഡിറ്റോറിയൽ എസ്സേയിൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത്. അപ്പോൾ നമുക്ക് ഈ G20 സഭയോടനുബന്ധിച്ച് 200 മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഡ്രീമാണ് നമ്മുടെ മുമ്പിലുള്ള. 200 മീറ്റിംഗ്സ്, ചില്ലറ ഡ്രീം അല്ല കേട്ടോ. 200 മീറ്റിംഗ്സ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം കണക്ക് വന്നേക്കുന്നത്. Okay, അപ്പോൾ നമുക്ക് നോക്കാം what is yet to happen. The preparatory and ministerial meetings will culminate in grand plans for a G20 summit, which will bring leaders of the P5 countries and others to New Delhi next September. India has taken the baton from Indonesia, which had a difficult time in even scheduling meetings and ensuring full participation due to differences over the Ukraine war. There was even uncertainty till the end over whether all major leaders would attend, whether they would agree to a joint photo opportunity. They did not, and whether there would be a joint statement, which was eventually forged, like Indonesian President Joko Widodo. Mr. Modi will have to. നമ്മുടെ മുമ്പിലുള്ളത് വലിയൊരു കടമ്പയാണ് കേട്ടോ, വലിയൊരു ഇറ്റ്സ് എ ടോൾ ടാസ്ക്. എന്താ കാര്യം? നമുക്ക് പ്രിപ്പറേറ്ററി ആയിട്ടുള്ള പ്രിപ്പറേഷനോട് വേണ്ടിയിട്ടുള്ളതും അതുപോലെ മിനിസ്ട്രിയൽ മീറ്റിംഗ്സും ഒക്കെ കൾമിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ അതിന്റെ പീക്കിൽ എത്താൻ പോവാണ്. ഒരു വലിയ ഗ്രാൻഡ് പ്ലാൻസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ ലീഡേഴ്സിനെ ഒക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എങ്ങോട്ട് വെച്ചാൽ ഡൽഹിയിലോട്ട് വരുന്നത് അടുത്ത സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും എത്തിച്ചേരും. അങ്ങനെയാണ് കാര്യം. ഇതിനു മുമ്പ് ബാറ്റൻ കൈമാറിയത് ഇന്തോനേഷ്യയാണ്. ഇതിനു മുമ്പുള്ള ഒരു സമ്മിറ്റിന്റെ കാര്യമൊക്കെ നടന്നത് ഇന്തോനേഷ്യയിലായിരുന്നു. അപ്പൊ ഇനി ഇന്തോനേഷ്യയിൽ നിന്ന് ബാറ്റൻ കൈമാറി ഇന്ത്യക്ക് വന്നു. അപ്പൊ ഇന്ത്യയുടെ കയ്യിലാണ് ഇപ്പൊ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഇന്തോനേഷ്യയെ സംബന്ധിച്ച് ഇന്തോനേഷ്യ ഹാഡ് എ ഹാർഡ് ടൈം. വളരെ കഷ്ടപ്പെട്ട ഇന്തോനേഷ്യ അതൊന്ന് മുന്നോട്ട് കൊണ്ടുവന്നു തന്നെ. കാരണം വെച്ചാൽ ഒരു മീറ്റിംഗ് പോലും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും വരില്ല, ഫുൾ പാർട്ടിസിപ്പേഷൻ ഒന്നും ഇല്ല. പിന്നെ എന്തിനു വേണ്ട മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? ബിക്കോസ് ഒരുപാട് പ്രതിസന്ധിയിൽ വന്നത് ഉക്രൈൻ വാർ കാരണമാണ്. വേറെ കാരണം ആരും തന്നെ വരാനില്ല, പ്രശ്നങ്ങളായി മൊത്തമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അൺസർട്ടനിറ്റിയാണ്. എത്ര പേര് വരും അറിയത്തില്ല. എല്ലാ മേജർ ലീഡേഴ്സും വരുമോ ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ആരും തന്നെ വന്നില്ല. ദേ ഡിഡ് നോട്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല ഇങ്ങനൊരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്താൽ അത് കാസ്റ്റ് അല്ലെ, അത് ഫോർജ് ചെയ്തായിരുന്നു. സംഭവം നമ്മൾ മോൾഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്തായിരുന്നു. അതിന് വേണ്ടി ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടക്ട് ചെയ്തൊക്കെ എടുത്തു അവസാനം അല്ലെ. അവരാരും വന്നില്ലെങ്കിലും അത് അല്ലാതെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു രീതിയിൽ വന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ശരിക്കും കഷ്ടപ്പെട്ടു, നന്നായി വെള്ളം കുടിക്കേണ്ടി വന്നു. ബിക്കോസ് ഇദ്ദേഹത്തെ ജോക്കോ വിഡോഡോ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു ബിക്കോസ് ഓഫ് ദിസ് ഉക്രൈനിയൻ വാർ. അത് വലിയൊരു പ്രശ്നം തന്നെ, പ്രതിസന്ധി തന്നെയായിരുന്നു. അതുപോലെ മിസ്റ്റർ മോഡി വിൽ ഹാവ് ടു travel abroad and ensure all G20 leaders
and invite this at the highest level. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ highest participation കൊണ്ടുവരണം. കാരണം G20 എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന സാധനമല്ല, ഇറ്റ്സ് എ ഗ്ലോബൽ തിങ്. അതുകൊണ്ട് എല്ലാവരുടെയും അറ്റൻഡൻസ് ഉറപ്പുവരുത്തണം, അല്ലെ, എല്ലാവരും വരുമെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളത് മോദിജിയുടെ ഒരു പ്രത്യേക ഉത്തരവാദിത്തമാണ്. അപ്പോൾ മോദിജിക്ക് പറ്റുന്ന പരിപാടിയാണ്. കാരണം മോദിജി ക്യാൻ ട്രാവൽ അബ്രോഡ്, അല്ലെ, അവിടെയൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന ട്രാവലിങ്ങിന് പ്രശ്നമുള്ള ആളല്ല മോദിജി. അതുകൊണ്ട് എന്തായാലും ട്രാവൽ ചെയ്ത് നേരിട്ട് പോയി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മോദിജിയുടെ ഷോൾഡേഴ്സിലാണ്. ആൻഡ് ഒഫീഷ്യൽസ് will have to burn more midnight oil to achieve consensus on statements. അപ്പോൾ ബാക്കി ഒഫീഷ്യൽസിന്റെ പണി എന്താ? മോദിജി പോയിട്ട് എല്ലാവരുടെയും അടുത്ത് നേരിട്ട് പോയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. ഒഫീഷ്യൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചൊരു ഉത്തരവാദിത്തം കൂടി. കാര്യം വെച്ചാൽ അവര് അഹോരാത്രം പരിശ്രമിച്ചോണം. എന്തിനാ അഹോരാത്രം പരിശ്രമിക്കുന്നത്? ഇതിനു വേണ്ടിട്ടൊരു നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒരു ഇത് തരണ്ടേ, എന്തൊരു കൺസെൻസസ് തരണ്ടേ, ഓക്കെ പറയണ്ടേ, കൺസെന്റ് തരണ്ടേ, ആ എഗ്രിമെന്റ് തരിക എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ അത് മേടിച്ചെടുക്കുക എന്നുള്ളത് മറ്റ് ഒഫീഷ്യൽസിന്റെ ഉത്തരവാദിത്തമാണ്. So let's move to the next paragraph. Symbolism and logistical coordination aside, the government has a tough task ahead in conducting substantive negotiations to bring together a comprehensive G20 agenda, where officials said they would focus on counter-terrorism, supply chain disruptions, and global unity. In 2008, the first G20 summit level meeting in the US was during a moment of crisis for the world's financial systems. In 2022, the task for Mr. Modi and his team is equally crucial given the lasting effects of the Russian war in. Okay. സിംബോളിസം ഒക്കെ നമുക്ക് സൈഡായിട്ട് മാറ്റി വെക്കാം, അല്ലെ, സിമ്പിൾസും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴി മാറ്റി വെക്കാം. ലോജിസ്റ്റിക്കൽ കോർഡിനേഷനും ഒക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നല്ല പ്ലാനിങ്ങോടെയും ഓർഗനൈസേഷനുള്ള കോർഡിനേഷനും അതുപോലെ സിംബോൾസും നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇസ് ഹാവിംഗ് എ ടോൾ ടാസ്ക് ടു ഡു. വലിയൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെഗോസിയേഷൻ നടത്തണം, അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മാത്രമല്ല ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ G20 എന്നുള്ളൊരു കാര്യത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം വലിയൊരു ചടങ്ങാണ്. അപ്പോൾ ഒഫീഷ്യൽസ് പറയുന്ന അനുസരിച്ച് നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലംസ്, അല്ലെ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുക കൗണ്ടർ ടെററിസം, സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ്, ഗ്ലോബൽ യൂണിറ്റി. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പില്ലേഴ്സ് എന്ന് പറയുക ഈ ഒരു G20 സമ്മിറ്റിനെ സംബന്ധിച്ചിടത്തോളം. 2008 G20 സമ്മിറ്റ് നടന്നിരുന്നു. എവിടെ വെച്ചിട്ട്? നമ്മുടെ US വെച്ചിട്ട്. അന്ന് വലിയൊരു ക്രൂഷ്യൽ പ്രശ്നമായിരുന്നു, ഒരു മൊമെന്റ് ഓഫ് ക്രൈസിസ് ആയിരുന്നു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, മൊത്തത്തിൽ വേൾഡ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, ഒരു വേൾഡിന്റെ മൊത്തത്തിലൊരു ഗ്ലോബൽ പ്രശ്നമുള്ള സമയത്തായിരുന്നു 2008 US വെച്ചിട്ട് നടന്നത്. അപ്പോൾ ഓർക്കണം, ഇതിനു മുമ്പ് US വെച്ച് നടന്നപ്പോൾ വലിയ ക്രൈസിസിൽ തന്നെയാണ് നടന്നത്. അതേപോലെ 2022 എത്തിയപ്പോഴേക്കും 2022 സമയം എത്തിയപ്പോഴേക്കും അതും വലിയൊരു ടാസ്ക് ആണ് മോദിജിക്കും, അത് വലിയൊരു ടാസ്കാണ്. അതേ ഈക്വലി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇതിന്റെ ലാസ്റ്റിംഗ് എഫക്ട് ഉണ്ടാവും. കാരണം എന്തിന്റെ? റഷ്യൻ വാറിന്റെ. അല്ല, അത് തീർന്നിട്ടില്ലല്ലോ. റഷ്യൻ വാർ ഇങ്ങനെ ഇറ്റ്സ് ഡ്രാഗിങ് ഓൺ. അപ്പം ആ സാധനം ഇപ്പോഴും ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ എഫക്ട് ഇപ്പോഴും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബലി, അല്ലെ. ഇൻ ഉക്രൈൻ, വെസ്റ്റേൺ സാങ്ഷൻസ് ഓൺ എനർജി ദാറ്റ് വിൽ ഡീപ്പൻ ദിസ് മന്ത്. അപ്പൊ നമുക്കറിയാം വെസ്റ്റേൺ പെനൽറ്റി പണിഷ്മെന്റ് നമ്മുടെ റഷ്യയുടെ മേലുണ്ട് എപ്പോഴും. അത് ഈ മാസം ഡീപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇക്കണോമിക് ഡൗൺ ടേൺസ് വരുന്നു, പാൻഡമിക് വറീസ് അതുപോലെ തന്നെ ഉണ്ട്, ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് അത് അതിന്റെ കൂടെ തന്നെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ദാറ്റ് ആർ ടെസ്റ്റിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ആർ ഇന്റർകണക്റ്റഡ് ഗ്ലോബൽ ഇക്കോണമി, അല്ലെ. നമുക്കിപ്പോ ചുമ്മാ പറയാൻ പറ്റുമോ? നമുക്ക് വെറുതെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സംഭവങ്ങളൊക്കെ സെറ്റ്, നമുക്ക് എല്ലാം ഇവിടെ ഓക്കെ ആണ് എന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് മുമ്പിലുള്ള പ്രതിസന്ധികളാണ് ഈ റഷ്യ ഉക്രൈൻ വാർ. അതുകൊണ്ട് തന്നെയുള്ള അതിനോടനുബന്ധിച്ച് വരുന്ന റിസൾട്ടിംഗ് ഫാക്ടേഴ്സ് ആയ എക്കണോമിക് ഡിക്ലൈൻ, പാൻഡമിക് വറീസ് അത് അതിന്റെ കൂടെ സൈഡിൽ നടക്കുന്നുണ്ട്. കൂടാതെ ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് അത് കൂടിക്കൊണ്ടേ ഇരിക്കുക. അതൊരിക്കലും കുറയൂല, അല്ലെ. ക്ലൈമറ്റ് ചേഞ്ച് സൂപ്പർ ആയിപ്പോ തന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ മാറ്റാൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലം നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത്. മനുഷ്യർ, ഐ മീൻ ഹ്യൂമൻസ് കേട്ടോ, ഹ്യൂമൻസ്. Okay, so moving on, in his editorial, Mr. Modi said India would forge its G20 agenda through its tradition of collective decision making that, like India's national consensus, would be made by blending millions of free choices into one harmonious melody. At a time India itself faces economic distress and social and communal tensions, that the government should be prepared for more scrutiny on upholding such ideals. Having raised the pitch on India's, അപ്പോൾ മോദിജി അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എഡിറ്റോറിയൽ എസ്സേയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, G20 അജണ്ട എന്ന് പറയുന്നത് ഫോർജ് ചെയ്യണം. ഇന്ത്യക്ക് അത് ഇന്ത്യയുടെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് ക്രിയേറ്റ് ചെയ്യുക, അല്ലെ, അതൊന്ന് ഫോർജ് ചെയ്തെടുക്കുക, അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു മുമ്പിലുള്ള വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇന്ത്യ എങ്ങനെയാണ് അത് ഫോർജ് ചെയ്തെടുക്കാൻ പോകുന്നത്? ത്രൂ കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, എല്ലാവരോടും ഒത്തുചേർന്നൊരു കോൺഗ്രസ് ആയിട്ടൊരു ചിന്ത ഇതിലോട്ട് വരുന്ന ഒരു ഡിസിഷനിലോട്ട് വരികയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാര്യം നമുക്ക്
പല ഫ്രീ വോയിസസും ഉണ്ട്. അതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഹാർമോണിയസ് മെലഡിയിലോട്ട് കൊണ്ടുവരും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞത്. കോട്ട് ചെയ്താൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാർഡസ്റ്റ് ഓഫ് ടൈംസ് വരുമ്പോഴും, ഏറ്റവും ഇക്കണോമിക് ഡിസ്ട്രസ് വന്നപ്പോഴും, സോഷ്യൽ കമ്മ്യൂണൽ ടെൻഷൻസ് ഒക്കെ വരുമ്പോഴും, ഇന്ത്യ എന്ന് പറഞ്ഞ വരും ഇനിയും കേട്ടോ, അങ്ങനെ വരുമ്പോഴും ഇന്ത്യ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്ത്യൻ പീപ്പിൾ മസ്റ്റ് ബി പ്രിപ്പയർഡ്. കൂടുതൽ സ്ക്രൂട്ടണിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. മോർ അല്ലെ, ക്രിട്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം ഇന്ത്യൻ ജനത അല്ലെ. കാര്യം ഇങ്ങനത്തുള്ള ഐഡിയൽസ് ഒക്കെ ഒന്ന് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഐഡിയൽസിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഈ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിക്കാനായിട്ട് എന്നാ പറഞ്ഞത്. ഹാവിംഗ് റേസ്ഡ് എ പിച്ച് ഓൺ ഇന്ത്യാസ് ഗ്ലോബൽ പ്രോമിനൻസ്. അപ്പം ഇന്ത്യ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഗ്ലോബലി ആസ് G20 പ്രസിഡന്റ് അല്ലെ, G20 നടത്തുന്നത്, ഹോൾഡ് ചെയ്യുന്ന അല്ലെ, നമ്മളാണ് ഹോസ്റ്റ് എന്ന രീതിയിൽ ഇന്ത്യയുടെ ആ പ്രോമിനൻസിനെ എടുത്തു കാട്ടിക്കൊണ്ട്, ആൻഡ് ഇറ്റ്സ് പവർ ടു ഷേപ്പ് ദ ഗ്ലോബൽ നെറേറ്റീവ്. അപ്പോൾ ഈ ഗ്ലോബൽ നെറേറ്റീവ് എഴുതാനുള്ള ഇന്ത്യയുടെ പവർ, പ്രോമിനൻസ്, ഗ്ലോബൽ പ്രോമിനൻസ്, G20 നടത്താനുള്ള ഒരു ഗ്ലോബൽ പ്രോമിനൻസ്, അത് ചരിത്രം തിരുത്തി കുറിക്കാനുള്ള ഗ്ലോബൽ നെറേറ്റീവ് എഴുതാനുള്ള ഇന്ത്യയുടെ പവർ, the government may find that with great power comes great responsibility. ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, ഗ്രേറ്റ് ആണ്, പവർ എത്രത്തോളം കൂടുമോ അത്രത്തോളം റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അല്ലെ. പവർ കൂടുന്നതനുസരിച്ച് the more the power the greater the responsibility, the greater the power the greater the responsibility അല്ലെ. അത് തമ്മിൽ ആനുപാതികമാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റതും സൈമിൾട്ടേനിയസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. സൈമിൾട്ടേനിയസ് ആയിട്ട് ഇൻക്രീസോ ഡിക്രീസോ അത് ശ്രദ്ധിച്ചോളാം. ആൻഡ് a greater spotlight on its ability to translate its global dreams into domestic landscape as well. അപ്പോ നമ്മൾ വലിയൊരു സ്പോട്ട്ലൈറ്റിൽ ഇപ്പൊ നിൽക്കുമ്പോൾ ആലോചിക്കുക, ഈ ഗ്ലോബൽ ഡ്രീംസിനൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് ലാൻഡ്സ്കേപ്പിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് എന്നൊരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അനലിറ്റിക്കൽ ആയിട്ട് ഒരു ഇൻസിസീവ് ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ഇന്ന് കാണാൻ പറ്റുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നേ. ഐ ഹേറ്റ് ദ എഗ് യോക്സ്. അൺസൈക്കബിൾ എന്നൊരു വാക്കില്ല ഇംഗ്ലീഷിൽ. എന്റെ പൊന്നെ ഹവമോളെ മാറ്റിക്കത്. അൺബെയറബിൾ സ്മെൽ ആൻഡ് ഫൗണ്ട് ഇറ്റ് എന്ന് പറയാട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് പറയാം അൺഎൻഡ്യൂറബിൾ എന്ന് പറയാം. ഓക്കെ, എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് അവർ ആർട്ടിക്കിൾ. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോയി. ഇന്നലത്തെ ക്വസ്റ്റൻ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലെ, ഇന്നലത്തെ ക്വസ്റ്റൻ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, മനസ്സിലാക്കി തംസ് അപ്പ് ഇട്ടേ. The BJP's reluctance to seek votes on its governance record can be read as admission of its failure. അപ്പൊ ഇന്നലെ ക്ലാസ് ഇൻ ബിറ്റ്വീൻ കട്ടായി പോയത് കൊണ്ട് നമുക്ക് ക്വസ്റ്റൻ ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നോട്ട് ഞാൻ അയച്ചു തന്നിരുന്നതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെക്ക് ചെയ്ത് കാണുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ക്വസ്റ്റൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു. എന്താ ഇതിന്റെ ആൻസർ? BJP's reluctance to seek votes on its governance record can be read as admission of its failure. എന്താണ് ഇവിടുത്തെ ആൻസർ വരുന്നത്? പറയൂ പിള്ളേരെ, ആൻസർ പറയൂ. ലെറ്റ് മീ ഗെറ്റ് യുവർ ആൻസേഴ്സ്. കമന്റ് സെക്ഷനിൽ എത്ര പേര് കറക്റ്റ് ആയിട്ട് ആൻസർ ഒന്നും ഞാൻ ശരിക്കും ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഒരാൾ, രശ്മി മാത്രം, വേറെ ആരും ആൻസർ വന്നിട്ടില്ല. എന്താണ് കോയ, മോശം. ഓക്കെ, അതിപ്പോ ഇന്നലെ ഡിസ്ട്രപ്റ്റ് ആയതുകൊണ്ടാന്ന് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ എന്നാലും നോട്ട് നോക്കിയിട്ട് ആൻസർ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ആരും തന്നിട്ടില്ല, അത് പോട്ടെ. അപ്പൊ എന്തായാലും ആൻസർ തന്നെ ഇപ്പം. ഓക്കെ, ക്യാൻ ബി റെഡ് V1 V2 V3 റെഡ് തന്നെ കേട്ടോ. റെഡ് എന്ന് പറയുന്നത് V1 റെഡ്, V2 റെഡ്, V3 റെഡ്. പക്ഷെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. എന്നറിയോ? റീഡ് റെഡ് എന്നാ പറയാം. പറയുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സംഭവം പ്രൊനൗൺസിയേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ എഴുതുമ്പോൾ റെഡ് തന്നെയാ പാസൻസും V3 കേട്ടോ. അത് മാത്രമാണ്. പക്ഷെ അതൊന്നും അല്ല അവിടെ പ്രശ്നം. ഇത് പാസീവ് വോയിസ് അല്ല. ക്യാൻ ബി റെഡ് എന്ന് പറയുമോ അല്ലെ? റീഡ്സ് എന്തായാലും പറയില്ല. അവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ക്യാൻ ബി കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, പാസൻസ് കൊടുക്കണ്ടേ. V3 ഫോർമുലേഷൻ കൊടുക്കണം. കാരണം ഇത് പാസീവ് വോയിസ്. ക്യാൻ ബി പ്ലസ് V3 ഫോം. ഞാൻ പറഞ്ഞില്ലേ, മോഡൽസിന്റെ പാസീവ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? മോഡൽസിലെ പാസീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? B പ്ലസ് V3 ഫോം. വേറെ എന്ത് കണ്ടുപിടിക്കാൻ? കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു അല്ലെ, B പ്ലസ് V3 ഫോം. ആ മോഡൽസിന്റെ കൂടെ B പ്ലസ് V3 ഫോം ഇട്ട് കൊടുത്താൽ മതി. ബിയുടെ കൂടെ റെഡ് കൊടുക്കുക, നോട്ട് റെഡ്സ് അല്ലെ. ദാറ്റ്സ് ഓൾ. അത് ആൻസർ ശ്രദ്ധിക്കാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ദ സ്ലോ ഡെത്ത് ഓഫ് 2 states ഫോർമുല ആൻഡ് ഗ്രോയിങ് വയലൻസ് ആർ ബാഡ് ന്യൂസ് ഫോർ ദി occupiers and the occupied. ഇതാണ് ക്വസ്റ്റ്യൻ. സംഭവം സിമ്പിൾ ആണ്. ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ഉടനടി കിട്ടും. അപ്പൊ നോക്കിയിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരിക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us ലൈവ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ക്വിസസും വേർഡ്സും അത് പോൾസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. KPSC ഷുവർ സെലക്ഷൻ, അതുപോലെ തന്നെ അഡാറ്റ് യൂണിവേഴ്സിറ്റി കേരള സ്റ്റേറ്റ് എക്സാംസ് 2 ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാം. കണക്റ്റഡ് ആയിരിക്കുക.
അതുപോലെ ഇന്നത്തെ മോക്ക് എക്സാം, സ്കോളർഷിപ്പ് എക്സാം ഇന്ന് നാളെയായിട്ട് അറ്റൻഡ് ചെയ്യാട്ടോ, മറക്കരുത്. ഡോണ്ട് ഫെയിൽ ടു ഡു ഇറ്റ്, അറ്റൻഡ് ചെയ്യാൻ മറക്കാതെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് സെക്ഷനിൽ ആൻസർ തരിക, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അത് വിട്ടുപോകണ്ട. അപ്പൊ ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ SSCയുടെ CGLന്റെ 3ാമത്തെ ദിവസമാണ്. ഇന്നത്തെ എക്സാം അനാലിസിസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ രാത്രി 7 മണിക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് 7:30 DRDOയുടെ നമ്മൾ വരുത്താൻ പാടാത്ത കുറെ മിസ്റ്റേക്സ് ഉണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റൻസിൽ. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റൻസ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് ഇന്ന് രാത്രി ഞാനും ഷഫീഖ് സാറും 7:30 വരുന്നുണ്ട്. അപ്പൊ 7:30 DRDOയുടെ സെഷനുമായിട്ടും കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച് എവ്രിവൺ. കീപ് yourself healthy and be happy. Tata, bye bye.